കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. ജീവന്റെ വചനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ആത്മീകമായ വളർച്ച ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൂരത്തും ചാരത്തുമായി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. കർത്തന്റെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആശ്വാസവും വിടുതലും സൗഖ്യവും സമാധാനവും അങ്ങ് നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അങ്ങ് വചനം അയച്ച് ഞങ്ങളെ വിടുവിക്കണമേ കർത്താവെ. അങ്ങയുടെ മാറ്റമില്ലാത്ത നാമം ഞങ്ങൾക്ക് ബലമായ ആശ്വാസമായി താങ്ങായി തണലായി ഉള്ളതിനായി സ്തോത്രം. അങ്ങയുടെ സന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. കൃപ ചെയ്യണം, ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയത്തെ ബലപ്പെടുത്തുന്നവൻ, ഞങ്ങളുടെ ഉള്ളത്തിൽ വസിക്കുന്ന പരിശുദ്ധനെ, ഞങ്ങളുടെ കർത്താവെ, ഹൃദയത്തെ കർത്താവെ അങ്ങയുടെ ഉന്നത നിലവുകളെ നൽകി ഞങ്ങളെ പരിപാലിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നന്ദി യേശുവേ, നന്ദി രാജാവേ. എന്റെ കരത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. കൃപ ചെയ്യണം, ബലപ്പെടുത്തണം, പരിപാലനം കാസൂക്ഷിക്കണം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ നേരം കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ചടുത്ത് വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചതിന് ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. സ്തോത്രം. നമ്മൾ ഇന്ന് പകൽ നേരം അല്പനേരം ദൈവവചനത്തിന്റെ ചിന്തയ്ക്കായി നമുക്ക് ചില ഭാഗങ്ങളൊക്കെ നമുക്ക് തിരിയാം. ആമേൻ. സ്തോത്രം. റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 17-ാം വാക്യം. ആകുന്നു. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചത്. മാനവരാശിയെ വീണ്ടെടുക്കേണ്ടതിന് ദൈവത്തന്നാകുന്ന കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വരികയും കാൽവറി തകർക്കപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പാകെ സ്തോത്രം നിങ്ങൾക്ക് വരുവാനുള്ള വാഗ്ദത്ത വിഷയമാകുന്ന ഉയരത്തിലെ ശക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും വരെയും നിങ്ങൾ യെരൂശലേമിൽ തന്നെ പാർക്കണമെന്ന് അവരോട് അരുളി ചെയ്ത അവരെല്ലാം നോക്കി നിൽക്കുമ്പോൾ തന്നെ സ്വർഗാരോഹണം ചെയ്തു പോയ കർത്താവ് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പെന്തക്കോസ്ത് നാളിൽ അവരുടെ മേലെ പകർന്നു തരികയും ചെയ്തു. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ പകരപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്തോത്രം ഹല്ലേലൂയ മക്കളെ ഹല്ലേലൂയ സ്തോത്രം തന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്യപ്പെട്ടവരെല്ലാം കർത്താവിന്റെ മക്കളായി തീരുവാൻ തക്കവണ്ണം അവകാശം കൊടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ മക്കളായി തീർന്നവരെല്ലാം ഹല്ലേലൂയ കുഞ്ഞാന്റെ രക്തത്താൽ കഴുകപ്പെട്ട് അവരുടെ ആദാമ്യ പാപം അവരിൽ നിന്ന് മാറ്റപ്പെടുകയും അതുപോലെ തന്നെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാകിയാൽ ഹല്ലേലൂയ ദൈവഹിത പ്രകാരം അനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ആത്മാവിനാൽ മുദ്ര ചെയ്യപ്പെട്ടവർ ഹല്ലേലൂയ അതിന് നിയോഗിക്കപ്പെടുന്നത് നമ്മൾ കാണുവാൻ ഇടയായി തീർന്നു. അപ്പോൾ മാനവരാശിയെ വീണ്ടെടുക്കുവാൻ ദൈവത്തിനാകുന്ന യേശു ക്രിസ്തു പ്രായശ്ചിത്തമായി തീർന്ന കാൽവറി മരണത്തിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പ്രായശ്ചിത്തമായി തീർന്നു, മറുവിലയായി തീർന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നത് കൊണ്ട് നമ്മുടെ പാപക്കടങ്ങളെല്ലാം അവന്റെ മേൽ ചുമത്തി നാം പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുകയാണ്. നാം പാപത്തിൽ ജനിച്ചിരിക്കുന്ന നമ്മുടെ അകൃത്യത്തെ പുത്രനാകുന്ന യേശു ക്രിസ്തു തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നാം സ്തോത്രം ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താലും താൻ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലും നാം പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അങ്ങനെ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ജീവന്റെ വചനത്തെ പ്രമാണിക്കേണ്ടതിന് നമുക്ക് അനുസരണം നൽകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ നാം മക്കളെന്ന അവകാശം നൽകുവാൻ ഇടയായി തീർന്നു. നമ്മൾ നോക്കുമ്പോൾ പഴയ നിയമത്തിന്റെ അകത്തെ പഴയ നിയമ വിശുദ്ധന്മാരെ നോക്കുമ്പോൾ അവർക്കൊക്കെ വാഗ്ദത്തങ്ങൾ ലഭിച്ചു, അനുഗ്രഹങ്ങൾ ലഭിച്ചു, പലവിധമായ വളർച്ചകൾ അവർക്ക് ഭൗമികമായി അവർക്ക് ലഭിച്ചു, ദർശനങ്ങൾ കണ്ടു, വെളിപ്പാടുകൾ കണ്ടു. പക്ഷേ അവർക്ക് ആർക്കും മക്കളെന്ന അവകാശം ലഭിച്ചില്ല. എന്നാൽ മനസ്സിലാക്കണം, ആ അവകാശം ലഭിച്ചവരാണ് കുഞ്ഞാന്റെ രക്തത്താൽ കഴുകപ്പെട്ട് തന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടിരിക്കുന്ന ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന പദവി എന്ന് പറയുന്ന മക്കളാകാനുള്ള അവകാശമാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. മനസ്സിലാക്കണം, മറ്റേത് നമ്മൾ പഴയ നിയമത്തിലെ വിശുദ്ധ വീരന്മാരുടെ പട്ടികയെ നമ്മൾ വായിക്കുമ്പോൾ എബ്രായ ലേഖനം 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസത്താൽ അവർ ചെയ്ത കാര്യങ്ങളെല്ലാം കണ്ടു. അതൊക്കെ ശ്രേഷ്ഠകരമായ കാര്യമാണ് ലോകത്തില്. പക്ഷെ അവരാരും മക്കളായിരുന്നില്ലെന്ന് മനസ്സിലാക്കണം. എന്നാൽ ആ മക്കളാകാനുള്ള അവകാശം നമുക്കാണ് സ്വർഗത്തിലെ ദൈവം നൽകിയത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞു പുത്രനാകുന്ന യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ വീണ്ടും ജനിക്കുന്നവർക്ക് മക്കളെന്ന അവകാശം നൽകുവാൻ ഇടയായി തീർന്നു.
നമ്മളങ്ങ് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു ദാസനായിട്ടോ ദാസിയായിട്ടോ അല്ലെങ്കിൽ അടിമയായിട്ടോ ഒന്നും അല്ല സ്വർഗത്തിൽ പ്രവേശിക്കുന്ന, മക്കളായിട്ടാണ് പ്രവേശിക്കുന്നത്. മറ്റൊരു മതത്തിനുമില്ല ജീവൻ ദൈവത്തിന് അല്ലെങ്കിൽ അവരുടെ ആശ്രിത വത്സര ആരും മക്കളായിട്ടില്ല. മനസ്സിലാക്കണം. അതിന്റെ കാരണം അവർ എന്നും അടിമയും ഉടമയായിട്ടോ അല്ലെങ്കിൽ യജമാനനും ദാസനുമായിട്ടുള്ള ബന്ധമേ അവിടെയുള്ളൂ. എന്നാൽ ദൈവവചനം മാത്രമാണ് അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് മക്കളെന്ന് അവകാശം കൊടുക്കുന്നത്. ഹല്ലേലൂയ. അതിന്റെ തെളിവെന്താണ്? ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ ആരുടെ മേൽ പകരപ്പെട്ടുവോ അവർ മക്കളായി തീരുകയാണ്. ദൈവത്തിന്റെ ആത്മാവുള്ളവർ അവന്റെ മക്കളായി തീരുകയാണ്. ഹല്ലേലൂയ. അതിന്റെ 8-ാം വാക്യം വായിച്ചേ, 10-ാം വാക്യം മുതൽ വായിച്ചേ. 8:10 മുതൽ. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ ആ മൈക്ക് അടുപ്പിച്ച് വെച്ച് വായിക്കുക, കേൾക്കത്തില്ല. ക്രിസ്തു നിങ്ങളിൽ 10 ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ആമേൻ, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നാം ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മെ നടത്തേണ്ടതിന് പരിശുദ്ധാത്മാവിനെ നിയോഗിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം ചെയ്യുകയാണ്. അങ്ങനെ നമ്മിൽ വന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ ഇവിടെ വചനം പറയുന്നത് ക്രിസ്തു നിങ്ങളിൽ. മനസ്സിലാക്കണം, നമ്മളിൽ ഇരിക്കുന്നവൻ പരിശുദ്ധാത്മാവാണെന്ന് നമ്മൾ പറയുമ്പോഴും അവൻ ആരാണെന്ന് ഇവിടെ പൗലോസിനോട് ചോദിച്ച പൗലോസ് അത് ക്രിസ്തുവാണ് ഇരിക്കുന്നത്. മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു. അതെവിടെയാ കിടക്കുന്നേ? എവിടെയാ കിടക്കുന്നേ? അത് കിടക്കുന്ന ഭാഗം ഒഴികെ ബാക്കി എല്ലാം പറയും, അത് മാത്രം പറയൂല. അങ്ങനെ ഒരു കൃപയുണ്ട്. കൊലോസ്യ ലേഖനത്തിന്റെ അകത്ത് അതിന്റെ 1-ാം അധ്യായം 27-ാം വാക്യം വായിച്ചാട്ടെ. കൊലോസ്യ ലേഖനം 1:27 വേഗം വായിക്കുക. ഹല്ലേലൂയ. സ്വതം 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 സ്വതം. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം ശ്രദ്ധിക്കണം. സ്വർഗത്തിലെ പിതാവ്, സ്വർഗീയ പിതാവിന് തന്റെ മഹത്വം സകല ജാതികളിലും വെളിപ്പെടുത്തുവാൻ പുത്രനെ പരസ്യമായി കാൽവരിയിൽ തകർക്കുകയും വിശ്വസിച്ച് കൃപയിലേക്ക് വരുന്ന ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്നവരിൽ സ്തോത്രം ഹല്ലേലൂയ മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു അവരിൽ ഇരിക്കുന്നു എന്ന് പൗലോസ് ആത്മാവിൽ കാണുമ്പോൾ മനസ്സിലാകേണ്ട ഒരു കാര്യമാണ്. തേജോമയനാകുന്ന കർത്താവ് നമ്മളിൽ വസിക്കുകയാണ്. ജാതികൾ അറിയുന്നു ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്താണ് ചെയ്തത്? തന്റെ പ്രിയപുത്രനെ കാൽവറിയിൽ തകർക്കുവാൻ ഇടയായി തീർന്നു. നമ്മുടെ അകൃത്യത്തിന് വേണ്ടി ദൈവപുത്രൻ കാൽവറിയിൽ തകർക്കപ്പെട്ടു. നമ്മുടെ പാപഭാരങ്ങളെ പേറി അവൻ കാൽവറിയിൽ തകർക്കപ്പെട്ടപ്പോൾ നമ്മുടെ അകൃത്യങ്ങളെ അവൻ മോചിച്ചപ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവരിൽ താൻ വസിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ്. പുത്രനിൽ വിശ്വസിക്കുന്നവരിൽ പുത്രൻ വസിക്കുന്ന പിതാവിന്റെ പദ്ധതി മനസ്സിലാവുന്നുണ്ടോ? പുത്രനിൽ വിശ്വസിക്കുന്നവരിൽ പുത്രൻ വസിക്കുന്ന പിതാവിന്റെ പദ്ധതിയാണ് നമ്മളിവിടെ കാണുന്നത്. അത് നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ ക്രിസ്തു വസിക്കുന്നു എന്നാണ് നമ്മൾ പറയേണ്ടത്. എന്നിൽ ക്രിസ്തു വസിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവനും ക്രിസ്തു വസിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. കർത്താവ് എന്നിൽ ജീവിക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അഭിഷേകമില്ല, വീണ്ടും ജനിച്ചിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല. മനസ്സിലാക്കണം, ഇങ്ങനെ ജീവിക്കുന്നവരും പറയുന്നുണ്ട് ക്രിസ്തു വസിക്കുന്നു എന്ന്. കർത്താവിനെ അറിയാത്തവരും പറയുന്നുണ്ട് എന്നിൽ യേശു വസിക്കുന്നുണ്ടെന്ന്. അതൊക്കെ കേൾക്കാൻ രസമാ, എന്നാൽ തിയറിറ്റിക്കലി വളരെ തെറ്റുമാണ്.
നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നമ്മുടെ വിശ്വാസത്തെ അംഗീകരിച്ച് നമ്മെ മക്കളെന്ന് അവകാശം നൽകേണ്ടതിനാണ് പരിശുദ്ധാത്മാവിനെ പകർന്നിരിക്കുന്നത്. ആമേൻ. നിസ്സാരൊരു കാര്യമല്ല. നമ്മിൽ ദൈവത്തിന്റെ ആത്മാവാകുന്ന ക്രിസ്തുവിന്റെ ആത്മാവിനെ പകരുമ്പോൾ ക്രിസ്തു നമ്മളിൽ വസിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങളല്ല, നമ്മുടെ വഴികളല്ല, നമ്മുടെ ആലോചനകളല്ല, നമ്മുടെ ചിന്തകളല്ല, നമ്മളിൽ വസിക്കുന്നവന്റെ ആലോചനയും ചിന്തയും പ്ലാനും പദ്ധതിയും നടത്തുവാനാണ് ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത്. ക്രിസ്തു നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കണം, നമുക്കുള്ളവരല്ല, നമ്മെ വിലയ്ക്ക് മേടിച്ച ക്രിസ്തുവിലുള്ളവരാണ് നാം. ഹല്ലേലൂയ. ഈ ബോധ്യങ്ങൾ വന്നാൽ അനേക സഭകൾ രക്ഷപ്പെട്ടു, അനേക അടിവഴക്കുകൾ അവിടെ അവസാനിക്കും, അനേക കലഹങ്ങൾ അവിടെ അവസാനിക്കും, അനേക വേർതിരിവുകൾ അവസാനിക്കും. ഈ വെളിപ്പാട് വന്നാൽ മനസ്സിലാവുന്നുണ്ടോ? ഈ വെളിപ്പാടാണ് നമ്മളെ നടത്തേണ്ടത്. നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കണം. സംഘടന എന്നിട്ടൊരു കാര്യമില്ല. ക്രിസ്തു നിന്നിൽ വസിക്കാൻ നിന്നെ ജയോത്സവമായി കർത്താവ് നടത്തോ. ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കുമ്പോൾ ക്രിസ്തു നിന്നിൽ വസിക്കുകയാണ്. ക്രിസ്തു നിന്നിൽ വസിക്കുന്നുവെങ്കിൽ അതിൽ ഒരു കാര്യം ഉറപ്പാണ്, ദൈവ മഹത്വമുള്ള പ്രവർത്തികളെ ചെയ്യുവാനിടയായിത്തീരും. എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാത്തത്? ക്രിസ്തു വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ജീവിതത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ലാത്തത്? ക്രിസ്തു വസിക്കുന്നില്ല. അളലിയ വർഷങ്ങളായിട്ട് നീ ഒരേ സ്വഭാവത്തിൽ, ഒരേ ചിന്താഗതിയിൽ, ഒരേ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുന്നതിന് കാരണം എന്നാ? നിന്നിൽ വസിക്കേണ്ടവൻ നിന്നിൽ വസിക്കുന്നില്ല. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഇല്ല. മനസ്സിലായോ? ആമേൻ. ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. അതിന്റെ സ്തോത്രം. ഹല്ലേലൂയ. 26-ാം വാക്യം ഒന്ന് വായിച്ചേ. ശ്രദ്ധിക്കണം. കാലത്തും കാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മമെങ്കിലും, ശ്രദ്ധിക്കണം, ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക്. അപ്പോൾ മനസ്സിലാക്കണം, വിശുദ്ധന്മാർ ഇന്ന് ജീവിച്ചിരിക്കുന്നവരാ, ചത്തുപോയവരല്ല. ജീവിച്ചിരിക്കുന്നവരാണ് വിശുദ്ധന്മാർ. അവരെങ്ങനെയാ വിശുദ്ധീകരിക്കപ്പെടുന്നത്? ദൈവത്തിന്റെ ആത്മാവാകുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് വസിക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്, എന്നിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നതിന് കാരണം ആർക്കും വെളിപ്പെടാതെ, ഒരു വ്യക്തികൾക്ക് പോലും മനസ്സിലാകാതെ, തലമുറകളായിട്ട് ആർക്കും മനസ്സിലായിട്ടില്ല. അഭിഷേകം പ്രാപിക്കുന്ന നിന്നെ ഈ തലമുറയിൽ ദൈവത്തിന്റെ മകനെന്ന പദവിക്കായിട്ട് സ്വർഗം നിന്നെ വേർതിരിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാവുന്നുണ്ടോ? നീ ദൈവ പൈതൽ എന്നുള്ള പദ്ധതിക്ക് വേണ്ടി കർത്താവ് നിന്നെ വേർതിരിച്ചപ്പോൾ നീ പുറപ്പെട്ടു വന്ന ഗർഭപാത്രത്തിലുള്ള ശേഷം പേരെല്ലാം നരകത്തിൽ പോകുമ്പോഴും മനസ്സിലാക്കണം, നിന്നോട് ദൈവത്തിന്റെ കരുണ തോന്നി നിന്റെ കൃപയാൽ രക്ഷിക്കുന്ന പദ്ധതി. മനസ്സിലാക്കണം, ഈ വിളിയുടെ മഹത്വം വലുതാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു ഭാഷ, ഒരേ പായിൽ കിടന്ന് ഒരേ പാത്രത്തിൽ ഉണ്ട്. ശ്രദ്ധിച്ചോ? ഒരേ വായിൽ കിടന്ന് ഒരേ പാത്രത്തിൽ ഉണ്ട്. പലരും രക്ഷിക്കപ്പെടാതെ നിന്നോട് എതിർക്കുമ്പോ മനസ്സിലാക്കണം, നീ ഒരേ വായ കിടന്നപ്പോൾ ഒരേ പാത്രത്തിൽ ഉണ്ടപ്പോഴോ നിന്റെ മേൽ പതിഞ്ഞൊരു ദൃഷ്ടി സ്വർഗത്തിലുണ്ട്. നിന്റെ മേൽ തോന്നിയൊരു ദയയുണ്ട്. നിന്നോട് മനസ്സിൽ തോന്നിയ ഒരുവൻ സ്വർഗത്തിലുണ്ട്. ഒരുപക്ഷെ ഭവനത്തിന്റെ അകത്ത് നിനക്ക് പ്രതികൂലമായും മറ്റു പലർക്ക് അനുകൂലമായുള്ള വിധികളും കൽപ്പനകളും തീരുമാനങ്ങളും സഭകസ്വത്വം ഹാലലിയ ഭവനങ്ങളിൽ നിന്നാകട്ടെ, കൂട്ടുകാരിൽ നിന്നാകട്ടെ, ജോലി ചെയ്യുന്നിടത്താകട്ടെ, ദേശത്തു നിന്നാകട്ടെ, പലർക്കും ഫേവറബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ, ഫലം എന്ന നിലവാരങ്ങൾ ഉണ്ടാവുമ്പോഴും നിന്റെ കാര്യം എന്താണെന്ന് നീ തന്നെ ചിന്തിച്ച് വ്യാകുലപ്പെടുമ്പോൾ മനസ്സിലാക്കണം, നീ ഇന്ന് കൃപ പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവവൈദ്യരായി തീർന്നപ്പോൾ നീ ഇന്ന് ഗ്രഹിക്കണം, ആർക്കും ഗ്രഹിക്കാതിരുന്ന ഒരു മർമ്മമായിരുന്നു ഇത്. ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്തൊരു പദ്ധതിയായിരുന്നു നിന്നെ സ്വർഗത്തിലെ ദൈവം രക്ഷിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? ഇത് വെറുതെ പറയുന്നില്ല, പ്രസംഗിക്കാൻ സുഖം ഉണ്ടായതുകൊണ്ട് പറയുന്നതല്ല. പ്രസംഗം എന്ന മോചത്താൽ അനേകം രക്ഷ പ്രാപിക്കുവാൻ സ്വർഗത്തിൽ ദൈവം തുറന്ന പദ്ധതി നിമിത്തമാണ് ഇന്ന് പ്രസംഗിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. മനുഷ്യനെ രക്ഷിക്കാൻ, ഒരു മനുഷ്യന്റെ ആത്മാവിനെ രക്ഷിക്കാൻ ആത്മാവ് നേരെ വരികയല്ല, പ്രസംഗം കേൾക്കുമ്പോൾ അവരിൽ വിശ്വാസം വരികയും വിശ്വസിച്ചവരിൽ പരിശുദ്ധാത്മാവ് വന്ന് അവർക്ക് അത് വ്യാപരിക്കുവാൻ ഇടയായി തീരും. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് പ്രസംഗം എന്ന പോഷത്വം എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ മനസ്സിലാക്കണം, ഈ പ്രസംഗം കേട്ടേ രക്ഷ പ്രാപിക്കത്തുള്ളൂ. അതുകൊണ്ട് അവസാന ശ്വാസം വരെ പ്രസംഗിക്കാൻ റെഡി ആയിക്കോണം. മനസ്സിലാകുന്നില്ല? പ്രസംഗിക്കാനാണ് നമ്മളെ വിളിച്ചേക്കുന്നേ. പ്രസംഗിക്കാനാണ് വിളിച്ചേക്കുന്നത്. പ്രസംഗങ്ങൾ നടക്കണം.
ആത്മാവിലുള്ള ആത്മാവിന്റെ ദൂതിന്റെ കൈമാറ്റം, ദൈവപ്രവൃത്തിയുടെ പ്രവർത്തനങ്ങൾ അവിടെ വെളിപ്പെടണം. മനസ്സിലാവണം? ഇതിനാ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കണം. സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗം ഇവിടുന്ന് പ്രഖ്യാപിക്കുമ്പോൾ വിശ്വസിക്കുന്നവരും ഹല്ലേലൂയ സ്വർഗവുമായിട്ട് അവിടെ ഹല്ലേലൂയ ഒരു കണക്ഷൻ അവിടെ ഇറങ്ങി വരുന്നുണ്ട്. ഈ പ്രസംഗം കേൾക്കുന്നിടത്തൊക്കെയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ഒരു കണക്ഷൻ വരുന്നുണ്ട്. വർഷങ്ങളായി തലമുറകളായിട്ട് കണക്ട് ആകാതെ തലമുറയായിട്ട് ഡിസ്കണക്ട് ആയി കിടന്ന പലരും ഈ പ്രസംഗം കേൾക്കുമ്പോൾ കർത്താവിന്റെ കൃപയിൽ കണക്ട് ആകാൻ തുടങ്ങും. മനസ്സിലാകുന്നുണ്ടോ? ആ കണക്ഷൻ പ്രാപിച്ചവർക്കേ ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, ആർക്കാണെന്ന് അറിയാവോ ഇത് മനസ്സിലാകുന്നത്? കാര്യങ്ങളുടെ കിടപ്പ് ഈ വിധത്തിലാണെന്ന് കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളൂ. സഭയ്ക്കകത്ത് വന്ന് വർഷങ്ങളായിട്ട് ഇരുന്നിട്ട് ഒന്നും മനസ്സിലാകാതെ ഇരുന്ന് വെപ്രാളം പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കാര്യം അവർ വിശുദ്ധരല്ല, അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ആമേൻ. സംഘടനയിലുണ്ട്, പ്രസ്ഥാനത്തിലുണ്ട്, എല്ലാം ചെയ്യും, പക്ഷെ വീണ്ടും ജനിച്ചില്ല. ഒരു കാര്യം പറയാൻ കേട്ടോ, നീ ലോകത്തിലുള്ള എല്ലാ അടിമപ്പണിയും ചെയ്ത് എല്ലാരെയും പ്രസാദിപ്പിച്ചിട്ട് നരകത്തിൽ പോകരുത്. പിടികിട്ടിയ പറഞ്ഞെന്നാന്ന്? എല്ലാം ചെയ്തിട്ട് എല്ലാരെയും പ്രസാദിപ്പിച്ച് എല്ലാരെയും സന്തോഷിച്ചിട്ട് നീ അവസരം നരകത്തിൽ പോകരുത്. മനസ്സിലായോ? ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ രക്ഷയ്ക്കുള്ളത് നീയും സമ്പാദിച്ചോണം. എന്താ? പണമല്ല, ആത്മാവിലുള്ള കൃപ പ്രാപിച്ചോണം. ആരും നിന്നെ രക്ഷിക്കാൻ പുറകെ നടക്കുന്നില്ല. നീ വിളിച്ചോണം, നിന്റെ രക്ഷയ്ക്കായിട്ട് നീ വിളിച്ചോണം. സ്വർഗത്തിലേക്ക് നോക്കി. പിടികിട്ടിയോ? ആളുകൾ നമ്മളെപ്പോഴും ഈ കുറച്ച് നാളായിട്ട് നമ്മളിപ്പോൾ എടുത്തോണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയും യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അവസാന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ യഹൂദന്മാര് പേടിച്ച് വാതിലടച്ച് അകത്തിരിക്കുക. അല്ലെ, യഹൂദന്മാരെ പേടിച്ച് കർത്താവിന്റെ ശിഷ്യന്മാര് വാതിലടച്ച് അകത്തിരിക്കുക. ഞാനൊരു കാര്യം പറയാം, ഉയരത്തിലെ ശക്തി പ്രാപിക്കേണ്ടവനൊക്കെ ഭയത്തിന്റെ അനുഭവത്തിലൂടെ പോകേണ്ടി വന്നാൽ മനസ്സിലാക്കിക്കോണം, നിനക്ക് വിടുതലുണ്ട്. വർഷങ്ങളായിട്ട് നിനക്ക് ഒരിക്കൽ ഒരു ആവശ്യമില്ല. ചിലര് അഭിഷേകം പ്രാപിക്കാനിരിക്കുന്ന പറയും, എല്ലാ കാര്യങ്ങളും തീർന്നു കഴിയുമ്പോൾ ആത്മാവ് വേണമെങ്കിൽ വരട്ടെ, എനിക്ക് എന്റെ കാര്യമൊക്കെ ചെയ്യാനുണ്ട്, എന്റെ കൂടെ വന്നിട്ട് എന്റെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്തു തരാനാ. നമ്മൾ ഈ മെഷീന്റെ അകത്ത് ഗ്രീസ് ഇടില്ലേ, ചിലർക്ക് അങ്ങനെ ചിന്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് വരുന്ന ഗ്രീസിന്റെ ഫലം ചെയ്യാനല്ല കേട്ടോ, നിന്റെ വഴി കൂടെ ഓടാനല്ല. പരിശുദ്ധാത്മാവ് ഗ്രീസിന്റെ ഫലമല്ല തരേണ്ടത്, നിന്റെ എഞ്ചിനെ എടുത്ത് റീപ്ലേസ് ചെയ്യുന്ന പരിപാടിയാ പരിശുദ്ധാത്മാവ് വരുമ്പോ. മനസ്സിലായോ? നിനക്ക് ഇഷ്ടമുള്ളിടത്ത് ഓടാനല്ല. എന്നിട്ടൊരു അളിഞ്ഞ കരച്ചിലും മൂക്ക് പിടിച്ചലുമായിട്ട് പ്രാർത്ഥന, കർത്താവ് ഒന്നും നടന്നില്ലെന്ന്, എന്നാ നടക്കാത്തൊരു കാര്യം. ഇതൊക്കെ മാറണം, ദൈവസന്നിധിയിലൊക്കെ മാറണം. കർത്താവിന്റെ വരവ് വാതിക്കലായിരിക്കുകയാണ്. ഇനി നീ ഉറങ്ങിയും വാടി ഇരുന്ന് കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ എന്തായിത്തീരും? ഹല്ലേലൂയ, എന്തായിത്തീരും? ആരെങ്കിലും രക്ഷിക്കാനുണ്ടോ? സ്വർഗത്തിലേക്ക് നീ കണ്ണുയർത്തി നീ കരഞ്ഞോണം. മനസ്സിലാകുന്നുണ്ടോ? ചില ദുഷ്ടന്മാർക്ക് ഇപ്പോഴും കാര്യങ്ങൾ മനസ്സിലാവും. അവര് ചിരിച്ചോണ്ട് രസിച്ച് തിന്നു കുടിച്ച് ലലല കളിച്ച് നടക്കുക. എന്നാന്നറിയാവോ? അവർക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല കാര്യം. കരയണേ ഈ ആയുസ് നിന്റെ ആത്മാവ് നഷ്ടമാക്കി കളഞ്ഞിട്ട് നീ എവിടെ പോയി രക്ഷപ്പെടാനാ? ഈ ഭൂമിയും ഇതിന്റെ ഈ കാണുന്ന എല്ലാ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഡർ യേശുക്രിസ്തുവിന്റെ വരവ് വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് സകല പ്രകൃതിയുടെ സകല അവസ്ഥകളും കീഴ്മേൽ മറിയും. അതിന്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ രംഗങ്ങളാണ് ഈ കാണുന്നത്. യേശുക്രിസ്തുവിന്റെ രഹസ്യ വരവിങ്കൽ സഭയെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ ഒരു ശാശ്വത കാലഘട്ടമോ സുഖമോ സമാധാനമോ ഇല്ല. നമ്മളിവിടെ തിരുമേശ എടുക്കാനാ പോകുന്നത്, അല്ലെ? തിരുമേശ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ഇത് കർത്താവിന്റെ വരവ് വരെ ഈ ശുശ്രൂഷ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ശുശ്രൂഷ ആരെങ്കിലും തിരുമേശ എടുത്തിട്ട് കാര്യമുണ്ടോ? എടുത്തിട്ടും വല്ല കാര്യമുണ്ടോ? വാലിഡിറ്റി ഉണ്ടോ? ഞാനൊരു കാര്യം പറയാം കേട്ടോ, ബാഗ് തൂക്കാനും നിയമം പറയാനും പുറകെ നടക്കാനും ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ പോലെ സ്നാക്സ് തിന്നാനൊക്കെ നടന്ന് എനിക്ക് ആത്മാവ് നരകത്തിൽ പോകരുത്. ആമേൻ. വായിച്ചേ. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം അറിയിക്കുവാൻ സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്തോത്രം. അത് സ്തോത്രം കർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് ശ്രദ്ധിച്ചേ. അവിടെ വായിക്കുന്നത് എന്താണ്? സ്തോത്രം. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ
കർത്താവിന്റെ ഇഷ്ടം എന്താണെന്നറിയാമോ? പ്രിയപുത്രനാകുന്ന എന്റെ പ്രിയപുത്രനാകുന്ന ക്രിസ്തു ഹല്ലേലൂയ നിങ്ങളുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി മരിച്ചു. അതിന് തെളിവെന്നാ? നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക. അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുന്നവനാണെങ്കിൽ ദൈവം പറയും വിശ്വസിച്ചു. ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ വരുവാനിടയാക്കി. കത്തിയില്ല. എന്താ കാരണം എന്നറിയാവോ? അതാണ് ആത്മാവിലല്ലാത്തതുകൊണ്ടാണ് കത്താത്തത്. ആര് കത്താത്തത്? കേൾവിക്കാരൻ കത്താത്തത്. മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞതിന്റെ മനം മനസ്സിലാക്കണം. ആത്മാവിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദൂതനെ വിളിച്ചു പറയുമ്പോൾ സ്വീകരിക്കുന്നവനിൽ ക്രിസ്തു വരുവാൻ പിതാവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയുന്നവനിൽ പരിശുദ്ധാത്മാവ് വരുന്നത് പിതാവിന്റെ ഇഷ്ടമാണ്. കാര്യം അവനിൽ ക്രിസ്തു വന്ന് അവനോട് ഇടപെട്ട് അവനെ നടത്തേണ്ട വഴിയിൽ ക്രിസ്തുവിനെ നടത്തേണ്ടതിനുള്ള പദ്ധതിയാണ്. അതുകൊണ്ട് ഇന്ന് ശ്രദ്ധിക്കണം, ഇന്ന് പലയിടത്തും സഭകളുടെ അകത്തുള്ള ബന്ധനം എന്നാന്നറിയാവോ? അതിലെ കാശില്ലാത്തത് രാത്രിയും കഴിക്കാൻ അങ്ങോട്ടോ അതും ഇതൊന്നുമല്ല പ്രശ്നം. എന്നാന്നറിയാം? അതൊക്കെ നിറപടിയായിട്ട് നരകത്തിന്റെ കവാടത്തോളം ചെന്ന് നിൽപ്പുണ്ട്. വിഷയം എന്നാന്നറിയാവോ? ഇന്ന് അഭിഷേകത്തിൽ നിറയുന്നതിനില്ല. ആത്മപകർച്ചയുള്ള ദൈവദാസന്മാരുടെ എണ്ണം കുറവ്. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. ആത്മാവിന്റെ ശുശ്രൂഷ ഇല്ലാത്ത നിലവാരത്തിലേക്ക് പലയിടങ്ങളും കെട്ടടങ്ങിയിരിക്കുകയാണ്. പുതുതലമുറ സഭയ്ക്കകത്ത് ജനിക്കുന്ന പുതിയ തലമുറയിൽ ഒരെണ്ണത്തിൽ പോലും അഭിഷേകമില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആകെ യൂത്ത് ക്യാമ്പും സൺഡേ സ്കൂളിന്റെ ക്യാമ്പും വരുമ്പോ ഒരു ബഹളമുണ്ട്. അത് കഴിഞ്ഞിട്ട് 20 22 വയസ്സ് കഴിയുമ്പോൾ ഇവര് അവരുടെ പാട്ടിന് പോകും. അപ്പൊ ഏത് ആത്മാവിലാണ് അതിന്റെ നല്ല കാലം മുഴുവൻ നീ തുള്ളിയത്? ഏത് ആത്മാവിനാണ് നീ തുള്ളിയത്? മനസ്സിലാക്കണം, മിക്ക യൂത്ത് പ്രോഗ്രാമുകളും വലിയ വമ്പിച്ച പരാജയമാണ്. ഒരുവൻ പോലും ക്രിസ്തുവിലേക്ക് വരുന്നില്ല. പിടികിട്ടിയോ? ഈ ഭാരമുള്ള മാർഗം വഹിക്കുവാൻ വേലയിലേക്കോ ദൈവ പദ്ധതിയിലേക്കോ വരുന്നില്ല. വരാത്തിന് കാരണം വരാന്നറിയാവോ? ഇവരെ യൂത്ത് ക്യാമ്പിന് പറഞ്ഞു വിടുന്ന അപ്പനും അമ്മയും ഈ പിള്ളേർ അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിച്ചാലും മക്കളെ അതനുസരിച്ച് വളർത്തത്തില്ല. പിടികിട്ടിയോ? അതൊക്കെയുണ്ട്. ജീവിതത്തിൽ വലിയ കുഴപ്പങ്ങളുണ്ട്. അതിനാന്നറിയാമോ? നല്ല പ്രായം മുഴുവൻ അപ്പനുണ്ടെങ്കിൽ അപ്പൻ അവൻ ഇഷ്ടപ്പെട്ട വഴി കൂടെ പോകും. ചോദിക്കുന്നു വ്യഭിചാരം ദുർനടപ്പ്, അതൊക്കെ പാപം തന്നെ. അത് മാത്രമല്ല, അവരെ ഈ മക്കളെ നോക്കേണ്ട സമയമുണ്ട്. ചില അപ്പന്മാരെന്നാന്നറിയോ? മക്കൾ വളർന്നോലും പറയും ഇട്ടിട്ട് അങ്ങോട്ട് പോകും. ഇവർ കാട്ടുപോകത്ത് പോലെ വളർന്നു വരും. അല്ലെങ്കിൽ എല്ലാവിധ ദുഷ്ടമൃഗത്തിന്റെ സ്വഭാവം കാണിച്ചിട്ട് വളർന്നു വരും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇരുന്ന് കരച്ചിൽ, അയ്യോ എന്റെ കൊച്ചിങ്ങനെ ആയിപ്പോയെന്ന്. നീ എവിടെയായിരുന്നു? നല്ല സമയത്ത് എവിടെയായിരുന്നു? മനസ്സിലാക്കണേ, ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഇടമുണ്ട്. നിന്നെ മേൽതൊട്ട് അടിയോളം വലിച്ചു കീറി ഇടുന്ന ഒരു ദിവസം ഉണ്ട്. എന്താണ്? ന്യായവിധി ദിവസത്തില്. മനസ്സിലായോ? അത് നീ ചെയ്യുന്നത് മക്കളെ കിട്ടിയ മക്കളെ നല്ലതുപോലെ വളർത്തിയൊന്ന് നീ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഹല്ലേലൂയ. കണക്ക് ബോധിപ്പിക്കാൻ ഉപദേശിച്ചിട്ടുണ്ടോ? നിന്റെ ഉപദേശമൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ പറഞ്ഞതും പഠിപ്പിച്ചതൊക്കെ റെക്കോർഡ് വെച്ചിട്ടുണ്ട്. മനസ്സിലാക്കണം, ഇതെല്ലാം കർത്താവ് അറിയുന്നുണ്ട് കേട്ടോ. നിന്റെ എല്ലാ കളവും എല്ലാ പരിപാടിയും അറിയുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ് നിൽക്കുന്നതെന്ന് മറന്നു പോകരുത്. വായിച്ചേ. ഈ മർമ്മത്തിന്റെ മഹിമാധനം ദൈവത്തിന് ഇഷ്ടമായി. കണ്ടോ? അത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അപ്പൊ നമ്മളിൽ ഇരുന്നു കൊണ്ട് പിതാവിന്റെ മഹത്വം എന്തെന്ന് പരിശുദ്ധാത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവ്, ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. പുത്രനാകുന്ന യേശു ക്രിസ്തു സ്വർഗത്തിലിരിക്കുക പിതാവിന്റെ വലതുഭാഗത്തില്ലേ? നമ്മളിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളിൽ വസിക്കുന്നത് ക്രിസ്തുവാണ്. സ്വർഗത്തിലിരിക്കുന്ന ക്രിസ്തു നമ്മളിൽ വസിക്കുകയാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. കർത്താവ് നമ്മളിൽ വസിച്ച് നമുക്ക് വഴികളെ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. നമ്മളെ മെനഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്, നമ്മളെ ഒരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആ ഭാഗം വായിച്ച് അടുത്ത വാക്യം വായിച്ചേ. ഇവിടെ ഇല്ലാത്ത ഇടയ്ക്കിടയ്ക്ക് അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യരെയും അപ്പൊ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ആത്മാവ് വസിക്കുന്നവനാ ക്രിസ്തുവിൽ തികഞ്ഞവൻ. അഭിഷേകമില്ലാത്ത ഒരുവൻ ക്രിസ്തുവിൽ തികഞ്ഞവനല്ല. ക്രിസ്തുവിൽ തികഞ്ഞവൻ അല്ല. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഓരോ വ്യക്തിയും അവർ സ്വന്തം അറിയിക്കുന്നതിൽ അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും
ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനും സകല ജ്ഞാനത്തോടു കൂടെ. അവിടെ രോഗശാന്തിയും ഭൂതശാന്തിയും അത്ഭുത അടയാളം ലോകത്തിലെ പ്രോസ്പെരിറ്റി ഒന്നും അല്ല പറഞ്ഞത്. പിന്നെ എന്താ? ഉപദേശിക്കണം, പ്രബോധിപ്പിക്കണം. ഈ ഉപദേശവും പ്രബോധനവും ഒക്കെ ഇന്ന് സഭകളിൽ നിന്ന് പണ്ടേ പോയി കഴിഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? കണ്ടെല്ലാം പോയി കഴിഞ്ഞു. മിക്കയിടത്തും ഉള്ള ഇടങ്ങൾ ചിലത് വളരെ ചുരുക്കം ഇടങ്ങളുണ്ട്. എന്നാൽ ഒരു വലിയ പങ്ക് അങ്ങനെയല്ല പോകുന്നത്. ഈ പറയുന്ന ദൈവത്തിന്റെ പദ്ധതിയായിട്ടൊക്കെ വളരെ അകന്നു പോകുന്ന ഇടങ്ങൾ ഒത്തിരിയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അവിടെ വായിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടു കൂടെ ഉപദേശിക്കുകയും. സ്തോത്രം. ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോട് സകല ജ്ഞാനത്തോടു കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട്. അപ്പോളെ പൗലോസിന് മനസ്സിലായി, ക്രിസ്തു വസിക്കുക എന്ന് പറഞ്ഞാൽ അത്യന്തപരമായ വ്യാപാര ശക്തി വരുമ്പോൾ അതിനൊത്തവണ്ണം പോരാടണം. മനസ്സിലായോ? പൗലോസിന്റെ വഴി കൂടെ അല്ല പോയത്. തന്നിൽ വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവിന് ഒത്തവണ്ണമാണ് പോയത്. ആ വ്യാപാര ശക്തിക്ക് കീഴടങ്ങുന്ന ശുശ്രൂഷ, വ്യാപാര ശക്തിക്ക് കീഴടങ്ങേണ്ടതിന് ശുശ്രൂഷിക്കുകയും പ്രബോധിപ്പിക്കുകയും പരിജ്ഞാനത്തോടു കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്ന അളലിയ സുബോധത്തിന്റെ ആത്മാവ് അനേകരെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കേണ്ടതിന് അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന വിധങ്ങളാണ് ഇവിടെ നമ്മൾ വായിച്ചതറിഞ്ഞത്. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം നമ്മൾ വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ 10-ാം വാക്യം നമ്മൾ വായിച്ചത് അല്ലേ? 8:10 എന്താ വായിച്ചത്? വായിച്ചേ. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ. അപ്പൊ മനസ്സിലാക്കണം, കർത്താവ് നമ്മളിൽ ഉണ്ട്. ആ വ്യാപാര ശക്തി നമ്മളിൽ വെളിപ്പെടുന്ന എപ്പോഴാ? ക്രിസ്തു വസിച്ചാലേ ഉള്ളൂ. ക്രിസ്തു വസിക്കണം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഉറങ്ങിപ്പോന്നുണ്ട്? ക്രിസ്തു ഹൃദയത്തിൽ ഇല്ലാത്തതുകൊണ്ടാ. എന്തുകൊണ്ടാ ക്ഷീണം എന്നറിയാം? ക്രിസ്തു ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ടാ. എന്തുകൊണ്ടാന്നറിയാം? കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരു സുഖവും ഇല്ലാത്തത് ക്രിസ്തു ഹൃദയത്തിലില്ല. മനസ്സിലായോ? ക്രിസ്തു ഹൃദയത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നീ ഹൃദയത്തിന്റെ വാതിൽ തുറക്കണം കർത്താവിലേക്ക്. നിന്റെ രഹസ്യ പാപങ്ങളെല്ലാം നീ ഒന്ന് ഏറ്റു പറയണം. പിടി കിട്ടിയോ? ഇത് എന്നാന്നറിയാവോ? ഞാൻ പറയാം, ബഹുഭൂരിപക്ഷം സ്നാനപ്പെട്ടിട്ടും ബൈബിൾ കോളേജിൽ പോയി ഒത്തിരി നരകത്തിൽ പോകാൻ പോവാ. എന്നാ കാരണം എന്നറിയാവോ? അവരിതെല്ലാം പഠിച്ചു വന്നിട്ട് ഭയങ്കര വിളച്ചിലാ കാണിക്കുന്നത്, അല്ലാതെ നിഷ്കളങ്ക മാർഗത്തിലേക്ക് വരുന്നില്ല. പിടികിട്ടിയോ? എന്തുകൊണ്ടാണെന്നറിയോ? ക്രിസ്തു നിന്നിൽ വസിക്കാത്ത നിന്റെ ഉള്ള നിഷ്കളങ്കമല്ല, കപടതയുണ്ട് ഉള്ളില്. ഉള്ളത്തിൽ കപടതയുണ്ട്. നിന്റെ കണ്ണുകളിൽ ക്രോധവും ശാഠ്യവും എല്ലാവിധ വ്യാജവും നിന്റെ കണ്ണുകളിലുണ്ട് അല്ലേ? അപ്പോൾ മനസ്സിലാക്കണം, കർത്താവ് നോക്കുന്നത് എന്താ? നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവരെയാ നോക്കുന്നത്, നിഷ്കളങ്ക മാനസന്മാരെയാ നോക്കുന്നത്. അതില്ല, നിഷ്കളങ്കത്വമില്ല ജീവിതത്തില്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ മനസ്സിലാക്കണം, തെറ്റായ വ്യാജ സുവിശേഷത്തിന്റെ വക്താക്കൾ പറയുന്നത് എന്നാന്നറിയാവോ? അവര് പറയുന്നത് ഒന്നും ഏറ്റു പറയണ്ട, ഒന്നും പറയണ്ട. നിങ്ങൾ ഈ ഏറ്റു പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ പീഡനമല്ലേ? അങ്ങനെയൊക്കെ ആണോ? ഒരു തെറ്റ് ചെയ്ത അങ്ങനെയൊക്കെ ആണോ? അതായത് പാപം ചെയ്ത നീ ഇനിയും ചെയ്തോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് അങ്ങനെ ദുഃഖിപ്പിക്കുന്നവനൊന്നുമല്ല കർത്താവ്. നിങ്ങൾ ആ ഉയരത്തിലെ ശക്തി അങ്ങ് പ്രാപിച്ച എല്ലാ പ്രശ്നവും തീർന്നെന്ന് പറയുന്നതാണ്. അതിൽ വിശ്വസിച്ച് ഇന്നും അതുപോലെ ജീവിച്ച് പെന്തക്കോസ്തിൽ ഇരിക്കുന്നവരുണ്ട്. ചതിയാണ്. നിങ്ങൾ അവസാന ശ്വാസം വരെയും ക്രിസ്തു നിങ്ങളിൽ വരത്തില്ലെന്ന് മനസ്സിലാക്കിക്കണം. കാരണം എന്നാ? ഈ ചതി സ്വഭാവം മാറണം. നിന്നെ കർത്താവ് നിന്നിൽ വരുവാനിരിക്കുന്നെങ്കിൽ ഹൃദയത്തിലുള്ള അശുദ്ധിയെ ഏറ്റു പറഞ്ഞേ മതിയാകത്തു അല്ലേ? ഹൃദയത്തിലുള്ള അശുദ്ധി ഏറ്റു പറയണം. ആമേൻ. ഹല്ലേലൂയ. നിഷ്കളങ്ക മാർഗത്തിൽ നടക്കണം. നിഷ്കളങ്കരല്ല അനേകരും, നിഷ്കളങ്കരല്ല അനേകർ. അകമേ നിഷ്കളങ്കരല്ല. വഞ്ചനയുണ്ട്, ചേരുതിരിവുണ്ട്, ഭിന്നതയുണ്ട്, പക്ഷപാതമുണ്ട്. ഇങ്ങനെ ഒത്തിരി പേരിങ്ങനെയാണ്. അവര് കൈയടിക്കുന്നുണ്ട്, അവരുടെ ബുദ്ധി പറയിപ്പിക്കുന്ന അന്യഭാഷ പറയുന്നുണ്ട്. പക്ഷെ അവരാരും രക്ഷിക്കപ്പെട്ടിട്ട് പോലുമില്ല. മനസ്സിലാകട്ടെ, രക്ഷിക്കപ്പെട്ടിട്ട് പോലുമില്ല. ക്രിസ്തു അവരിൽ വസിക്കുന്നില്ല. ഹല്ലേലൂയ. ഈ വാക്യം വായിച്ച വാക്യം വായിച്ചേ. ഇപ്പൊ എടുത്ത വാക്യം.
ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, കർത്താവ് നമ്മളിലുണ്ടെങ്കിൽ, അതായത് അഭിഷേകത്തിൽ നമ്മൾ നിലനിന്നാൽ, വ്യാപാര ശക്തിയിൽ നമ്മൾ നിലനിന്നാൽ, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും നീതി നിമിത്തം ജീവനാകുന്നു. അപ്പോൾ നാം നീതിയിൽ ജീവിക്കുമ്പോൾ എന്റെ ജഡത്തിന്റെ മോഹങ്ങൾ എന്നെ മോഹിപ്പിക്കുവാൻ, കടന്നു പിടിക്കുവാൻ കടന്നു വരുമ്പോൾ നാം ദൈവ കൃപയിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ദൈവശക്തിയിൽ, അവന്റെ അളവറ്റ വലിപ്പത്തിന്റെ ശക്തിയുടെ വ്യാപാരത്തിൽ ആശ്രയിക്കുമ്പോൾ ജഡത്തിന്റെ പ്രവർത്തികളെ ചെയ്യാതാകും. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൽ ജയകരമായ ജീവിതം എന്ന് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ജഡത്തിന്റെ പ്രവർത്തികളെ ചെയ്യാതെ വണ്ണം ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കണം. ഇത് നടക്കുന്നവരെ കൊണ്ടുപോകുവാനാണ് യേശു ക്രിസ്തു വരുന്നേ. ഇതിന് ജയിച്ചവരെ കൊണ്ടുപോകാനാണ് യേശു ക്രിസ്തു വരുന്നേ. ഒത്തിരി പേർക്ക് ഇത് ഇഷ്ടമല്ല, വെറുപ്പ. ആർക്ക് പോയെന്നറിയാമോ? ഇതിനോട് മറുതലിക്കുന്നവന് പോയി. ആര് നേടുമെന്നറിയാമോ? ഇതിനനുസരിക്കുന്നവൻ നേടും. മനസ്സിലായോ? അല്ലാതെ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞ് വേറൊന്നും ചെയ്യാതെ പഴയ പാപ സ്വഭാവത്തിൽ, ഞാൻ ഇച്ചിരി പറഞ്ഞ പോലെ ഈ ഗ്രീസ് ഇട്ട് ജീവിച്ചോണ്ടിരിക്കുകയാണ്. പോകത്തില്ല കേട്ടോ, അക്കരെ നാട് കാണത്തില്ല. ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിൽ വന്നോന്ന് നോക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ഹല്ലേലൂയ. പണ്ട് ഈ സമുദായങ്ങളും മറ്റുള്ള ന്യായപ്രമാണത്തിന്റെ അകത്തൊക്കെ ഒരു പുരോഹിതൻ എല്ലാവർക്കും വേണ്ടി യാഗം കഴിക്കും, എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തോളൂ. ഇവൻ അവിടെ പോയി ഇങ്ങനെ കുർബാനയും കണ്ടിട്ടിരുന്നാ മതി. അപ്പോ അതേ ഒരു മാനസികാവസ്ഥ ഇന്ന് പെന്തക്കോസ്തിന്റെ അകത്തുണ്ട്. ചിലർക്ക് വേണ്ടി മാത്രമാണ് ഉപദേശവും അനുസരണവും ദൈവവേലയെന്ന് വെച്ചോണ്ടിരിക്കുകയാണ്. ബഹുഭൂരിപക്ഷം എന്താണെന്നറിയാം ആശ്രയിക്കുന്ന, ഞങ്ങളുടെ ദൈവദാസന് ഇതെല്ലാം ചെയ്യുന്നുണ്ട്, അങ്ങേര് ഇതെല്ലാം പൂർത്തിയോടെ ചെയ്യും, കാളം നരിക്കും, അങ്ങേരുടെ പേര് ഞങ്ങളും കൂടെ സ്വർഗത്തിൽ പോകും. ഇങ്ങനെ ഇത് ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒത്തിരി വിശ്വാസികളുണ്ട്. അവർ ചിന്തിക്കുന്നത് എല്ലാ പകുതി 70% ജഡവും 30% ആത്മാവും. അത് ഒറിജിനൽ എന്ന് ഓർത്തോണം. ഇരിക്കുന്ന ആത്മാവ് പോലും ചിലരുടെ ഒറിജിനൽ അല്ല. മിക്കവരിൽ ഇരിക്കുന്ന അഭിഷേകം ഒറിജിനൽ പരിശുദ്ധാത്മാവല്ലെന്ന് ഓർത്തോണം. അവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടോന്ന് ചിലരുടെ ചോദ്യം ഇതൊക്കെ. ചിലരുടെയൊക്കെ ചിന്താഗതിയാണ് ഈ പറയുന്ന വിഷയങ്ങള്. ചിലർ ചോദിക്കുന്നതാണ്, ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെയൊക്കെ അതിന് വേർതിരിക്കേണ്ട കാര്യമുണ്ടോ? എല്ലാവർക്കും ഉള്ള എല്ലാം അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാവരും പരിശുദ്ധാത്മാവല്ല. അത് ഈ വചനം അറിയാൻ മേലാത്തത് കൊണ്ടാണ്. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്താണെന്നും അനുസരണം കെട്ടവർ സഭയ്ക്കകത്തും വളർന്നു വരുമ്പോൾ അവരെ എങ്ങനെ ക്രമേണ നരകത്തിലേക്ക് തള്ളാന്നുള്ള പ്രോഗ്രാം ദൈവം എങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത് വചനത്തിലുണ്ട്. അത് കണ്ടാൽ മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഏതെങ്കിലും ആത്മാവിന്റെ കീഴിൽ തല വെച്ചിട്ട് ഞാൻ സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഹല്ലേലൂയ. സ്തോത്രം. ചിലർക്കത് മനസ്സിലാകത്തില്ല, അവർക്കൊന്നും മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. അവരിൽ നിങ്ങളും ഉണ്ടോ എന്ന് നോക്കിക്കോളാം കേട്ടോ. എല്ലാവരുടെയും കാര്യമല്ല, നിങ്ങളോടും കൂടെ പറയുന്നേ. ഹല്ലേലൂയ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ, ആത്മാവ് ഏതാണെന്ന് പരിശോധിച്ചോണം. ചിലർക്കൊരു കൃപയാണ്, അപ്പുറത്തിരിക്കുന്നവന്റെ ആത്മാവിന്റെ കാര്യം മാത്രമേ. അത് ഏതോ ആത്മാവില്ല, ഇവൻ ഏതോ ആത്മാവ്. നിന്റെ അകത്തിരിക്കുന്ന ഏത് ആത്മാവാണ്? നിന്റെ അകത്തിരിക്കുന്ന ഏത് ആത്മാവാ? അതൊന്ന് ആദ്യം ചെക്ക് ചെയ്യ്. 10 പേരെ നീ കുറ്റം പറയും. നിന്റെ അകത്തിരിക്കുന്ന ഭൂതം എന്നാന്ന് സംസാരിച്ചിട്ടുണ്ടോ? പറഞ്ഞാൽ വലിച്ചെറിയും. പക്ഷെ മനസ്സിലാക്കണം ഏത് ആത്മാവാണെന്ന്. മാനസാന്തരപ്പെടണം കേട്ടോ. കാഹളം തൊലിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്നെ കാലെ പിടിച്ച് കുത്താൻ പിശാച് തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരിക. നിനക്കിട്ട് 2 അടി കൂടുതൽ കിട്ടും. കാരണം എന്നാന്നറിയാവോ? നിന്നെ സാത്താന്റെ കൂടെയും കൂട്ടാൻ കൊള്ളത്തില്ല. കാര്യം എന്നാന്നറിയാവോ? കാര്യം നീ കർത്താവിന്റെ പുറകെ പോയിട്ട് കർത്താവിനെ വഞ്ചിച്ചവനാന്ന് ഓർക്കണം. കർത്താവിനെ വഞ്ചിച്ചിട്ട് പിശാചിന്റെ അടുത്ത് എന്താ? കർത്താവിനെ വഞ്ചിച്ചാൽ പിശാചിനെ വഞ്ചിക്കത്തില്ലേ? അതുകൊണ്ട് അടി 2 എണ്ണം കൂടുതൽ കിട്ടത്തേ ഉള്ളൂ. അതുകൊണ്ട് ഉള്ളതും വേഗം മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വരവിൽ പോകാൻ തയ്യാറാകുക. എങ്ങനെ? ഈ എല്ലാ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പോക്ക് നടക്കത്തുള്ളൂ. പോകണമെങ്കിൽ ഇതേ ഒരു വഴിയുള്ളൂ, വേറെ വഴിയൊന്നും ഇല്ല. വായിച്ചേ, വാക്യം വായിച്ചേ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. 10-ാം വാക്യം. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും അപ്പോൾ മനസ്സിലാക്കണം, ഈ ശരീരത്തിന് വീണ്ടെടുപ്പുണ്ടോ? ആമേൻ. നമുക്ക് രൂപാന്തര ശരീരമാണ് വെച്ചിരിക്കുന്നത്. ഈ ശരീരം നിലനിൽക്കത്തില്ല, ഇത് മണ്ണിപ്പോവും അല്ലേ?
എത്ര നല്ലപോലെ കഴുകി വൃത്തിയാക്കി, എത്ര നല്ലപോലെ കുളിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് നടന്നാൽ ഇത് മണ്ണിപ്പോകാനുള്ളതാണ്. അത്രേ ഉള്ളൂ, അല്ലേ? അതുകൊണ്ട് ശരീരത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും മാറാത്ത രോഗമുണ്ട്, അയ്യോ ഇത് മാറ്റിയിട്ട് എനിക്ക് കർത്താവിൽ വിശ്വസിച്ചാൽ മതി എന്നൊക്കെ പറയുന്നതിൽ നല്ലത് നീ വേഗം ചാകുകയാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള വിശ്വാസം ഒന്നും പോകാതിരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ വചനം പറയുന്നു ആത്മാവിനാൽ സ്തോത്രം ഹല്ലേലൂയ നിറയപ്പെട്ട് കഴിഞ്ഞാൽ ആത്മാവ് നിമിത്തം നീ സ്തോത്രം ജീവനായി, അല്ലെ? വായിച്ച വാക്യം നീതി നിമിത്തം. അപ്പൊ ആത്മാവ് നീതി എന്ന് പറഞ്ഞ ഏതാ നീതി? നമ്മുടെ അകൃത്യങ്ങൾ പുത്രൻ നമ്മളുടെ അകൃത്യം വഹിച്ച് അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥനായി തീർന്നിരിക്കുകയുണ്ട്. പുത്രൻ മുഖാന്തരം അവനിൽ വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടുന്നു. അതാണ് പുത്രൻ മുഖാന്തരമുള്ള നീതിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്കാർക്കും നീതിയൊന്നുമില്ല. ഉണ്ടോ? ഏതെങ്കിലും വീട്ടുവേല, ഏതെങ്കിലും അപ്പനും അമ്മയ്ക്കും ഉണ്ടായ മക്കൾ റീസെന്റ് ആണെന്നും പറഞ്ഞ് എവിടെയെങ്കിലും നടപ്പുണ്ടോ? അങ്ങനെയെങ്കിൽ അവന്റെ തലയെ ശരിക്കും നോക്കണം, 2 മുഴുത്ത കൊമ്പ് കാണും. മനസ്സിലാവുന്നുണ്ടോ? കാട്ടുപോത്തിരി കാണില്ല അതുപോലെ 2 കൊമ്പ്. ശരിക്കും നോക്കണം. ഹല്ലേലൂയ. നോക്കിയേ, വായിച്ചേ. നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ കണ്ടോ? അപ്പോൾ കർത്താവ് ഇവിടെ വായിക്കുന്നുണ്ട്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. അപ്പോൾ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരണം. ഒറിജിനൽ ആണോ എന്ന് അറിയണമെങ്കിൽ എങ്ങനെയാണെന്നറിയാവോ? ക്രൂശ് പ്രസംഗിക്കാൻ ഈ ആത്മാവ് ബലപ്പെടുത്തും, കാൽവരിയുടെ ചോട്ടിലേക്ക് നടത്തും, പുത്രൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ നമുക്ക് കാണിച്ചു തരും. ആമേൻ. പിതാവിന്റെ വലതുഭാഗത്ത് പുത്രൻ ഇരിക്കുമ്പോൾ പിതാവിന്റെ മക്കളായി തീരേണ്ടത് തിരഞ്ഞെടുക്കപ്പെടുന്നവരെ അവരുടെ അകൃത്യം വഹിച്ച് അവരുടെ കുറവ് തീർത്ത് തന്റെ ആത്മാവിനെ പകർന്ന വലിയ പദ്ധതി വെളിപ്പെടുത്തുവാൻ ക്രിസ്തുവിന്റെ ആത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് മറ്റു ചിലർക്ക് ഒരിക്കലും ക്രൂശ് പ്രസംഗിക്കാൻ പറ്റാതെ വരുന്നത്. ചിലർക്ക് ലോകത്തിലെ വിഷയവും ലോകകാര്യവും ലോകത്തിലെ സെറ്റപ്പും മാത്രം പ്രസംഗിക്കുന്നത് അവരിൽ പരിശുദ്ധാത്മാവല്ല. ആമേൻ. അതൊക്കെ നരകത്തിൽ പോകുന്ന ബാച്ച, അതൊക്കെ വിട്ട് കളഞ്ഞേക്ക്. നമുക്ക് അതല്ല വിഷയം. നമുക്ക് വല്ല വിധേയനെയും കർത്താവിന്റെ രാജ്യത്തിൽ ചെല്ലണം. ആമേൻ. അതിലെ സകലതും വിട്ടും എല്ലാം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങാനാണോ? അല്ല. സ്വന്തം കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ നാം പൂർണ്ണതയുള്ളവരായി തീർന്ന അവന്റെ രാജ്യത്തിൽ ചേർക്കപ്പെടണം. ഇവിടെ എന്തൊക്കെ നേടിയാൽ അതെല്ലാം ഇവിടെ കളഞ്ഞേ പറ്റൂ. വലിയ വീടോ വണ്ടിയോ സെറ്റപ്പോ മക്കളുടെ ജോലിയോ മക്കളുടെ സെറ്റപ്പുകളോ മറ്റെന്തൊക്കെ നീ ഇവിടെ നേടിയാൽ അതെല്ലാം ഇവിടെ ഇടണം. ഇവിടെ ഇട്ടേ പോകത്തുള്ളൂ. ആരുടെ ശവപ്പെട്ടിക്ക് ആധാരം വെച്ചാലും അല്ലെങ്കിൽ അങ്ങോട്ട് പോകത്തില്ല. അത് മനസ്സിലാക്കണം. ചിലരെന്തൊക്കെ വെട്ടിപ്പിടിക്കുന്നു. നിനക്ക് ഉണ്മാൻ ഉടുപ്പാനുള്ളത് പോരെ, ഒരു ലളിത ജീവിതത്തിന് വേണ്ടിയൊക്കെ തയ്യാറെടുക്കണം, അല്ലെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാ ജീവിച്ചു പോകുന്നത് നമുക്ക് അറിയത്തുള്ളൂ. മനസ്സിലാവുന്നത്. എന്നാ അതല്ല, ചില നേതൃത്വത്തിലേക്ക് നോക്കുമ്പോ, ചില പ്രസ്ഥാനത്തിലേക്ക് ആത്മീകരായിരിക്കുന്ന പലരുടെയും നേതൃത്വത്തിൽ നോക്കുമ്പോ അവരുടെ സെറ്റപ്പ് കാണുമ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നിപ്പോകും. അത് മാത്രമല്ല, ഇപ്പൊ കൂടി അപ്പൊ അവര് പറയുന്നത് കർത്താവ് കൊടുക്കുന്നതെന്ന്. കർത്താവ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ചോദിച്ചാണ്. നീ ഇവിടം കൊണ്ട് നിന്നാ മതി എന്നുള്ളത് കൊണ്ടാ. എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ഇവിടം കൊണ്ട് നിന്നാ മതി എന്ന് ഉള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ. എന്റെ ആശയം ഞാൻ പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് ഭൗതികമായ അഭിവൃദ്ധി വേണോ? അത് നമുക്ക് വേണ്ടത് കർത്താവിന് അറിയുന്നുണ്ട്. കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ് ലോക ജാതികൾ ചോദിക്കുന്നത്, അല്ലെ? അങ്ങനെ പറഞ്ഞിരിക്കുക. അങ്ങനെ ഒരു പദമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കാര്യം നാളെ എന്ത് തിന്നു എന്ത് കുടിക്കുന്നുള്ളത് ജാതികൾ അന്വേഷിക്കുന്നു. അപ്പൊ നാളെ മറ്റന്നാളും അല്ലെ നമ്മുടെ ഭാവിക്കുള്ള കാര്യങ്ങളൊക്കെ വേണം, തീർച്ചയായും വേണം. അത് ദൈവത്തിനറിയാം എന്ത് വേണമെന്ന്. ഇന്നത് വേണമെന്ന് നമ്മൾ പറയരുത്. ആളുകൾ നമ്മുടെ രക്ഷിതാവിന് എനിക്കെന്ത് വേണമെന്നുള്ളത് എന്റെ രക്ഷിതാവ് അറിയുന്നുണ്ട്. ഒരു കൊച്ചു കുഞ്ഞിനെ കയ്യിലേക്ക് എടുത്തിട്ട് ഏതെങ്കിലും കൊച്ചു പറയും എനിക്ക് ഈ ഉടുപ്പ് വേണം, എനിക്ക് ഇത് വേണം, ആദ്യം രാവിലെ ഇത് വേണം, ഉച്ച കഴിഞ്ഞ് ഇത് മതി, വൈകിട്ട് ഇന്നത് വേണം. ഏതെങ്കിലും കുഞ്ഞുങ്ങള് മെനു കാർഡുമായിട്ട് നടക്കുന്ന കേട്ടിട്ടുണ്ടോ? അവിടെ അവർക്ക് ആ നേരത്ത് കൊടുക്കുന്നത് അവർ കഴിക്കുന്നത്. നമ്മൾ അങ്ങനെ തയ്യാറാകണം. എനിക്കിന്ന് വേണ്ടതാ എന്റെ കയ്യിൽ ദൈവം തന്നിരിക്കുന്നത്. എന്റെ കയ്യിൽ 100 രൂപയുള്ളോ, അതാ നിനക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ചോദിക്കും എനിക്ക് വേറെ ആവശ്യമില്ല. എടാ, അതൊക്കെ നിന്റെ ആവശ്യമാണോന്ന് ശരിക്കും നോക്കിക്കേ.
ശരിക്കും നോക്കിക്കേ, നിനക്ക് ആവശ്യമാണെന്ന് പറയുന്ന പലതും നിന്റെ ആവശ്യമാണോ? ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കയ്യിൽ ആവശ്യമുള്ളത് അതാത് സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ തന്നിരിക്കും. നമ്മുടെ കയ്യിൽ തന്നിരിക്കും, തീർച്ചയായും തന്നിരിക്കും. നമ്മുടെ കയ്യിൽ നമുക്ക് ആവശ്യമുള്ളത് തന്നിരിക്കും. പക്ഷെ ജാതികൾ അങ്ങനെയല്ല. ജാതികളെ നാളെ വേണ്ടത് നാളെ കഴിഞ്ഞ് വേണ്ടത് 1 വർഷം കഴിഞ്ഞ് വേണ്ടത് ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. എന്റെ ദൈവമേ, ഇന്ന് പെന്തക്കോസിന്റെ അകത്തെ പല പിള്ളേരുടെ അവസ്ഥ ഇതാ. ഇവർക്ക് നാളെ കർത്താവ് നടത്തുന്നു എന്ന് പറഞ്ഞ് അവർക്ക് കേൾക്കണ്ട, അതൊക്കെ നടത്തട്ടെ, ഞാൻ ഉണ്ടാക്കി വെക്കാം. എന്നിട്ടും 10 പേരോട് പറയാൻ കർത്താവ് നടത്തി. എന്റെ പൊന്നു കുഞ്ഞേ, നീ നോക്കിയിരുന്നോ? കോവിഡേ വന്നിട്ടുള്ളൂ, ഇനി പലതും വന്ന് നിന്റെ ജീവിതത്തിൽ എടുത്തു പോകുമ്പോഴാ നീ കർത്താവിന് അറിയത്തുള്ളൂ. ഇന്ന് അനേക വ്യക്തികൾക്ക് കർത്താവില്ല ജീവിതത്തില്. ഇല്ല, വെറുതെ വേഷം കെട്ട യാഥാർത്ഥ്യം പറയാം, അനേക പിള്ളേരില്ല, വിശ്വാസകോളത്തില, അവർക്ക് ദൈവമായിട്ട് ഒരു കണക്ഷനും ഇല്ല. നോ നോ നോ. എത്രയോ പേരെ നമ്മൾ വിവേചിക്കുമ്പോൾ അറിയാം ഇവർക്ക് ദൈവമായിട്ട് ബന്ധമില്ല. ഹല്ലേലൂയ. നമ്മളുടെ വിശ്വാസത്തിലുള്ള കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന റെക്കോർഡ് ചെയ്യണം. എന്റെ ഭാഷയാണ്, റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്തിട്ട് രക്ഷിക്കപ്പെടാത്ത ഒരുവന്റെ വ്യക്തി ഒരു കൊച്ചിന്റെ പ്രാർത്ഥനയും കൂടെ റെക്കോർഡ് ചെയ്യണം. പ്രാർത്ഥിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ സമുദായത്തിൽ, അല്ലേ? ഒക്കെ ഇല്ലെന്നൊന്നും പറഞ്ഞ് ശരിയാവില്ലെന്നേ. പലരും ഈ പെന്തക്കോസിൽ പ്രാർത്ഥിക്കാൻ അറിയാൻ മേലാത്ത എത്ര പേര് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് പോവാ. അടുത്തിരുന്ന് എലി പോലും കേൾക്കില്ല എന്നെ പറഞ്ഞത്. അമ്മാതിരിയുള്ളതൊക്കെ ഉണ്ട്. എന്താ കാര്യം അറിയാമോ? യഥാർത്ഥത്തിൽ കർത്താവ് അകത്ത് വന്നിട്ടില്ല. വെറുതെ കൂടെ നടക്കുക. ഞാൻ പറയട്ടെ, പണ്ട് ഗീതയോൻ പറഞ്ഞതേ, തിരിഞ്ഞു പോകേണ്ടവനൊക്കെ പൊക്കോന്ന് പറഞ്ഞപ്പോ കുറെ എണ്ണം പോയി. ഇതുപോലെ ശരിക്കും തിരിച്ചു വിടാൻ ദൈവത്തിന് വല്ല പദ്ധതി ഉണ്ടെങ്കിലുണ്ടല്ലോ, കാണാൻ എത്ര എണ്ണം ഒറിജിനൽ ഈ വിശ്വാസത്തിൽ കാണുന്നു. ഞാൻ പറഞ്ഞു വന്ന എന്നാന്നറിയോ? പെന്തക്കോസിലുള്ള ഒരു കൊച്ചിന്റെ പ്രാർത്ഥന റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് അഭിഷേകം ഇല്ലാത്തതിന്റെ, അഭിഷേകം ഉള്ളത് ഇങ്ങനെയല്ല പ്രാർത്ഥിക്കുന്നത്, അഭിഷേകം ഉള്ളത് ദൈവത്തിനോട് മഹത്വം വേണ്ടി നിൽക്കും. ഈ അഭിഷേകം ഇല്ലാത്തൊരു കൊച്ചിന്റെ പ്രാർത്ഥന റെക്കോർഡ് ചെയ്യും. എന്നിട്ട് രക്ഷിക്കപ്പെടാത്ത ഒരു കൊച്ചിന്റെ കൂടെ പ്രാർത്ഥന കൂടെ ആവശ്യം. 2 പേരും ഒരു കാര്യം പറയൂ. എന്നാ കാരണം? പണ്ടൊരു ദൈവാസം പറഞ്ഞിട്ടുണ്ട്, ഈ ഇതിന്റെ അകത്ത് ജനിച്ചവരുടെ അവസ്ഥ എന്നാണെന്നറിയാവോ? അത് ഈ വെള്ളത്തിൽ കൂടെ പോകുന്ന ചക്ക പോലെയാണ്. മഴവെള്ളത്തിൽ കൂടെ പോകുന്ന ചക്ക പോലെയാണ്. വെള്ളം അങ്ങോട്ട് പോലെ ചക്കയെ കൂട്ടത്തി പോകും. നോക്കുമ്പോ വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ നിൽക്കും. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഹല്ലേലൂയ. നീ ഒരു ഫലമാണെങ്കിൽ മരത്തെ കാണണം. നീ ഒരു ഫലമാണ്, മരത്തെ കാണണം. വെട്ടി ക്രിസ്തുയേശുവിനോട് കൂടെ ഒട്ടിക്കണം. പിടികിട്ടിയോ? ചക്കയുടെ കാര്യമല്ല പറഞ്ഞത്, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. ആമേൻ. ഇങ്ങനെ ചില വിഷയങ്ങളുണ്ട്. തുറന്നു വായിച്ചേ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ. ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ ആരാ? പിതാവായ ദൈവം. ഓക്കെ. അപ്പോ പിതാവ് വാക്കൊന്നുകൂടെ വായിച്ചേ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, അപ്പോൾ പിതാവിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ ആ ആത്മാവ് ക്രിസ്തുവിനെ ഉയർപ്പിച്ചതാണ്. മനസ്സിലാക്കണം, നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ ഉയർപ്പിച്ചവനാണ്. അവൻ മരണത്തിന്റെ ബന്ധങ്ങളെ അഴിച്ചു പുത്രനെ ഉയർപ്പിച്ചവനാണ്. നിന്റെ മുമ്പിലാണോടെ ആഭിചാരവും മന്ത്രവാദവും നിൽക്കുന്നേ? പറ. ഹല്ലേലൂയ. നിന്റെ മുമ്പിലാണ് ആഭിചാരവും മന്ത്രവാദം നിൽക്കുന്നത്. ഏത് ദുർഭൂത ശക്തിക്ക് ഈ പദ്ധതിക്കെതിരെ നിൽക്കാൻ പറ്റും? പറ്റുമോ? പരിശുദ്ധാത്മാവിന് നേരെ ഏതെങ്കിലും ദുരാത്മാക്കൾക്ക് നിൽക്കാൻ സാധിക്കുമോ? ഏതെങ്കിലും ഭൂതാത്മാക്കൾക്ക് നിൽക്കാൻ സാധിക്കുമോ? ഏതെങ്കിലും ദേവന്മാർക്കോ ദേവകൾക്കോ നിൽക്കാൻ സാധിക്കുമോ? പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? മരണത്തെ ജയിച്ച ആത്മാവാണത്. ഹല്ലേലൂയ. വായിച്ചേ. എങ്കിൽ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തി ശരീരങ്ങളെയും ജീവിപ്പിക്കും. കണ്ടോ? അപ്പോൾ ജീവിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഈ വിധത്തിലാണ് ജീവിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മെ കർത്താവ് ഒരുക്കിയെടുക്കുന്ന ഒരു വലിയ പദ്ധതിക്ക് വേണ്ടിയാണ്, വലിയൊരു ആലോചനയ്ക്ക് വേണ്ടിയിട്ട് കർത്താവ് നമ്മളെ ഒരുക്കിയെടുക്കുന്നത്. ആമേൻ. അപ്പൊ നമ്മളെ ഒരുക്കിയെടുത്ത് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ഒരു വാക്കുകൊണ്ട് കൂടെ ചേർത്ത് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം ഒന്ന് വായിച്ചേ. ഫിലിപ്പിയ ലേഖനം 3:21.
വായിച്ചോ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം. ഹല്ലേലൂയ. വായിച്ചേ. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വായിച്ച. ഹല്ലേലൂയ. അവൻ സകലവും തനിക്ക് എത്ര നേരം എടുത്തു ഇപ്പം എടുക്കാൻ? ഒരു മിനിറ്റ് എടുത്തോ? വായിച്ചേ. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ ശ്രദ്ധിക്കേ, ഈ വ്യാപാര ശക്തി അല്ലേ, വ്യാപാര ശക്തി, അത് ശ്രദ്ധിച്ചോ? ഹല്ലേലൂയ. ഈ വ്യാപാര ശക്തിയിലാണ് കർത്താവ് ഹല്ലേലൂയ സ്തോത്രം നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. കർത്താവിന്റെ വ്യാപാര ശക്തി അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചോ. അപ്പോൾ കർത്താവിന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മെ ഉയർപ്പിക്കുകയാണ് അല്ലേ? ഹല്ലേലൂയ. അത് സ്തോത്രം. അതിൻ്റെ സ്തോത്രം. അപ്പോൾ സ്തോത്രം അതിന്റെ കൊലോസ്യ ലേഖനം 1:29, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. കൊലോസ്യ ലേഖനത്തിൽ അങ്ങനെ കാണുമ്പോൾ ഇവിടെ എന്താ വായിക്കുന്നത്? നമ്മൾ വായിച്ചത് എന്താണ്? അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കുവാൻ രൂപാന്തരപ്പെടുത്തും. അപ്പോൾ ഈ ദൈവാത്മാവിന്റെ ശക്തി ഇല്ലാത്ത ഒരൊറ്റ വ്യക്തി പോലും ഉയർക്കത്തില്ല, രൂപാന്തരപ്പെടത്തില്ല. മനസ്സിലായോ? ഇന്ന് ബൈബിൾ കോളേജുകളെല്ലാം തലച്ചോറിന്റെ അകത്ത് മെമ്മറി കാർഡ് വെച്ച് കുറെ പിള്ളേരെ ഇറക്കി വിടുന്നുണ്ട് അല്ലേ? BTHന്റെ MTHന്റെ ഒക്കെ കുറെ മെമ്മറി കാർഡ്. എന്റെ ഭാഷ അങ്ങനെ പറയുള്ളൂ. കാരണം എന്താണെന്നറിയാം, അവരോട് ചോദിക്കുന്ന ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. എന്റെ പൊന്നു മക്കളെ, ശരീര രൂപാന്തരപ്പെടണമെന്നുണ്ടെങ്കിൽ ഉയരത്തിലെ വ്യാപാര ശക്തി നിന്റെ മർത്യ ശരീരത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കണം. ആ ദൈവശക്തിയാൽ കാക്കപ്പെടാത്ത ഒരു ഒറ്റ വ്യക്തി പോലും രൂപാന്തരപ്പെടത്തില്ല. മനസ്സിലായോ? ഇത് ഞാൻ പറയുന്നില്ല, ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നു. പൗലോസ് പറയുന്ന രംഗം ശ്രദ്ധിച്ചോ? പൗലോസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ വായിച്ച കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി. അപ്പോൾ നമുക്കിത് അനുഭവിക്കുന്നുണ്ടോ? നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ഞാൻ അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? കർത്താവിന്റെ അളവറ്റ അവന്റെ വ്യാപാര ശക്തി. ആളെ ആ വ്യാപാര ശക്തി ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുവാൻ നമ്മളെ പ്രാപ്തമാക്കിക്കൊണ്ടായിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇന്ന് സഭകളുടെ അകത്ത് മറ്റൊരു അഭിഷേകം ശക്തിയോടെ വ്യാപരിക്കുന്നുണ്ട്. അതിനെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തിയാണെന്ന് തെറ്റിദ്ധരിച്ച് അത് പറയുന്നതെല്ലാം കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആ ശക്തി കയറി കഴിഞ്ഞാൽ അവിടെ വൈരാഗ്യമുണ്ട്, ഭിന്നതയുണ്ട്, അസൂയുണ്ട്, മറുതലിപ്പുണ്ട്, ശാഠ്യമുണ്ട്, എതിർപ്പുണ്ട്, എല്ലാ കലഹവും ഉണ്ട്. പക്ഷെ അവര് വന്ന് ആരാധിച്ചു തുടങ്ങുക ഭയങ്കര ശക്തിയാണ്. അതും മറ്റൊരു അഭിഷേകമാണ്. അതുള്ളവർ ഇവിടെ കിടക്കും. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, പുത്രനാകുന്ന യേശു ക്രിസ്തു നമ്മളിൽ വസിച്ചുകൊണ്ട് പുത്രന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തുന്നെങ്കിൽ, ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശം വെളിപ്പെടുത്തുന്നത്, ക്രിസ്തു ആരെന്ന് വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. ആ വ്യാപാര ശക്തിയിൽ നമ്മൾ ഇന്ന് പകർന്നേരം ആയി തീർന്നാൽ മാത്രമാണ് നമ്മുടെ ശരീരവും രൂപാന്തരപ്പെടത്തുള്ളൂ. കർത്താവ് ചെയ്യുന്ന കാര്യം എന്താണ്? അവിടെ വായിച്ച ഫിലിപ്പിയ ലേഖനത്തിൽ എന്താ വായിക്കുന്നത്? വായിച്ചേ. ഫിലിപ്പിയർ 4:21, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ
വ്യാപാര ശക്തി കൊണ്ട്. കണ്ടോ? അപ്പോൾ പുത്രനാകുന്ന യേശുക്രിസ്തു ചെയ്യുന്ന എന്താണ്? തന്റെ വ്യാപാര ശക്തി കൊണ്ട് സകലവും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മെ നമ്മളെ ഹല്ലേലൂയ ദൂത തുല്യരാക്കി തിരിക്കുവാൻ, നമുക്ക് രൂപാന്തര ശരീരത്തിൽ നമ്മളിൽ വരണമെന്നുണ്ടെങ്കിൽ ഇത് ക്രിസ്തുവാണ് ചെയ്യുന്നത്. നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത് ആരാണ്? ക്രിസ്തുവാണ്. നമ്മളിൽ ഇരിക്കുന്ന ക്രിസ്തുവിന്റെ വ്യാപാര ശക്തിയാണ് നമ്മുടെ മർത്യ ശരീരത്തെ രൂപാന്തരപ്പെടുത്താനിരിക്കുന്നത്. മനസ്സിലായോ? കർത്താവിന്റെ രഹസ്യവരങ്ങൾ കാഹളം ധരിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചവരോ കർത്താവിന്റെ വ്യാപാര ശക്തിയിൽ നിലനിൽക്കുന്നവരെ അവരുടെ മർത്യ ശരീരത്തെ ക്രിസ്തുവിന്റെ ആത്മാവ് രൂപാന്തരപ്പെടുത്തും. പക്ഷെ ശക്തി ഇല്ലെങ്കിൽ രൂപാന്തരം നടക്കുവോ? ശക്തിയില്ല, രൂപാന്തരം നടക്കുവോ? അതുകൊണ്ട് ഈ തലമുറയിലുള്ളവർക്ക് അഭിഷേകത്തിന്റെ നിറവും ദൈവശക്തിയും ഇന്ന് അനേകർക്ക് വേണ്ടാതെ അറിവിന്റെ പുറകെ പൊക്കോണ്ടായിരിക്കുന്നത്. അറിവുണ്ട്, സ്വർഗത്തിൽ പോകും. അറിവ് വർദ്ധിച്ച സ്വർഗത്തിൽ ഇല്ല. വ്യാപാര ശക്തി നിങ്ങളിൽ വരണം. ദൈവാത്മാവിൽ നിറഞ്ഞാൽ മാത്രമേ ക്രിസ്തുവിനെ ദൈവശക്തി വെളിപ്പെടുത്തത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് ആത്മാവിന്റെ ശുശ്രൂഷയില്ല, വെറും നാടകങ്ങളാ ഇന്ന് പല സ്റ്റേജിന്റെ അകത്ത്. കോമഡിയും പറഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയല്ലാതെ മിക്ക എണ്ണത്തിൽ അഭിഷേകമല്ല. ഈ പ്രസിദ്ധരായ പല പെന്തക്കോസ്ത് കൺവെൻഷൻ പ്രസംഗരിലും ഇവരിൽ ആരിലും ഈ വ്യാപാര ശക്തി വെളിപ്പെടുത്തുക കാണുന്നില്ലല്ലോ. ഹല്ലേലൂയ. അവർ എഴുന്നേറ്റ് നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് പണ്ട് അപ്പച്ചന്മാരെ പോലെ ആയില്ലെന്ന് പറഞ്ഞ് 2026 പിടിച്ച് അങ്ങ് കേരളം ഉണ്ടാകുന്നതിന് മുമ്പുള്ള സംസ്കാരത്തിന് കൊണ്ടുവന്ന് നോക്കുക. നിങ്ങൾ സംസ്കാരത്തെ തിരിക്കുകയല്ല വേണ്ടത്, ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുകയാണ് വേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അനേകരുടെ ശുശ്രൂഷയിൽ ദൈവശക്തിയുടെ വ്യാപാരമില്ല. നാടകം കളിച്ചിട്ട് പോയിരിക്കുന്ന പോലെ പോയിരിക്കുന്നുണ്ട്, കരച്ചിൽ വന്നു പോകും ചിലതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താ കാര്യം? ദൈവശക്തി വെളിപ്പെടണം. കാര്യം ഞാൻ പറയട്ടെ, ഈ മാർഗം എങ്ങനെ ഉണ്ടായത് പറഞ്ഞേ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഈ മാർഗം ആരംഭിച്ച ഉയരത്തിലെ ശക്തി നിഴലിട്ടയിടത്താണ് സ്തോത്രം ഹല്ലേലൂയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. എന്നാൽ ഇന്ന് നടക്കുന്നത് എന്താണെന്നറിയാവോ? അത് മാറി സാത്താൻ ചിലരെ കയ്യിലെടുത്തുകൊണ്ട് അറിവിന്റെ വഴിയിലൂടെ നടത്തുക. അപ്പൊ അറിവുണ്ടാകും നല്ലതാ. എന്നാൽ മനസ്സിലാക്കണം, 1-ാം നൂറ്റാണ്ടിൽ ഇതുപോലെ രക്ഷ അറിവിലൂടെയാ വരുന്നതെന്നുള്ള ഭയങ്കര ഹെരസി ഉണ്ടായിരുന്നു ഫസ്റ്റ് സെഞ്ചുറിയിൽ. അങ്ങനെ ആ നിലവാരത്തിൽ അറിവുള്ളവരെല്ലാം രക്ഷ പ്രാപിക്കുമെന്നുള്ള രീതി എല്ലാവരും അറിവിന്റെ പിന്നാലെ പോയി. അങ്ങനെ സാത്താൻ പലവിധ ആയുധങ്ങൾ സഭയ്ക്കകത്ത് പ്രയോഗിക്കുന്നുണ്ട്. എന്നാൽ സഭ സൂക്ഷിച്ച് അതിനെ ഒഴിഞ്ഞ് രക്ഷ പ്രാപിക്കണം. അതുകൊണ്ട് മനസ്സിലാക്കണം, ഇന്ന് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ ഫേസ്ബുക്കോ യൂട്യൂബോ ബാക്കിയുള്ള ഏത് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ അതിൻ്റെ അകത്ത് കാണുന്നത് എന്താണെന്നറിയാമോ? അഭിഷേകത്തിൽ നിറഞ്ഞ് ആത്മനിറവിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷയെ വല്ലാതെ അവഹേളിച്ച് കാണിക്കുകയാണ് നടക്കുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം പറയും, മറ്റൊരു അഭിഷേകം അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. അവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അവർ ഇതുമായിട്ട് ഒരു ബന്ധമില്ല, അവർ നരകത്തിലേ ചെല്ലത്തുള്ളൂ. അത് അടിവരയിട്ട് പറയാം. അവരെ കുറിച്ച് തിരിച്ച് ചിന്തിക്കണ്ട, അത് നാശമായി പോയി. വചനപ്രകാരം പറഞ്ഞാൽ അവരെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ച് വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. അതായത് സ്നാനപ്പെട്ട് ഈ കൃപയിലേക്ക് വന്നിട്ട് ലോകമോഹം ഉപേക്ഷിക്കാതെ പാപത്തെ വിടാത്തവനെ എല്ലാം നടത്താൻ മറ്റൊരു അഭിഷേകവും മറ്റൊരു ശുശ്രൂഷ വ്യാജന്മാരുടെ നേതൃത്വം സ്വർഗത്തിലെ ദൈവം തന്നെ ഒരുക്കി ആ വഴിക്ക് വിട്ടു. വന്നു കയറുന്നവരെല്ലാം ഇപ്പൊ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ അന്വേഷിക്കാതെ ഭോഗപ്രിയരായിട്ട് നടക്കുന്നത് കൊണ്ട് അവർക്ക് ന്യായവിധി വരുത്തുവാൻ ദൈവം ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. അതിപ്പോൾ നടക്കുന്നുണ്ട്. ഞാൻ അവരെ കുറിച്ചല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞ ക്രിസ്തുവിനെ നോക്കി രക്ഷയുടെ സത്യത്തെ ഗ്രഹിച്ചിറങ്ങി വന്നിരിക്കുന്നവര് ഇന്ന് ആത്മ നിറവിലേക്ക് വരുന്നില്ല. വിശ്വാസികളുടെ കുറ്റം എല്ലാവരും പറയും. ഈ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർമാരിൽ ഈ ദൈവശക്തി ഇല്ലല്ലോ. എല്ലാരും കൈയടിച്ച് ആരാധിക്കും. ഇവിടെ ഇങ്ങനെ കാറ്റ് പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു കണ്ടിട്ടുണ്ടല്ലോ, എത്ര എണ്ണത്തെ കണ്ടിട്ടുണ്ട്. എന്തേ ആരാധിക്കാത്തെ? എന്തേ അഭിഷേകത്തിൽ നിറയാത്തത്? എന്താ നിറയാത്തത്? അപ്പൊ എന്താണെന്നറിയാ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സഭയ്ക്കകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഇപ്പൊ ഇവിടെ പരിഹാരം ഉണ്ടാക്കണം. എന്റെ പൊന്നു കുഞ്ഞ്, ഈ വണ്ടി ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് തന്നെ ദൈവശക്തിയാലാണ്. ആ ദൈവശക്തിയിലേക്ക് തന്നെ വീണ്ടും ആ പ്രോഡക്റ്റ് കയറ്റിയാലേ അതിന്റെ കുറവ് തീരത്തുള്ളൂ. ഈ ബോധമുണ്ടോ ഇനിയെങ്കിലും? മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് അനേകർ കൺവെൻഷൻ സ്റ്റേജുകളിൽ അനേകർ ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ് പ്രവാചകന്മാരെ പറയാത്തതൊന്നുമില്ല. അല്ലേ? പ്രവാചകന്മാരെ പറയാത്തതൊന്നുമില്ല. ഇന്ന് കള്ളപ്രവാചകന്മാരുണ്ട്. അവന്മാരുടെ കാര്യമല്ല പറഞ്ഞേ, അത് പോട്ടെ, അത് നശിച്ചു പോട്ടെ, എനിക്കൊരുമില്ല. പക്ഷെ ഒറിജിനലില്ലേ?
എന്തേ എല്ലാ ഡ്യൂപ്ലിക്കേറ്റ്, ഒറിജിനൽ നീ പിടിച്ചോണ്ട് വാ, ഒറിജിനൽ പിടിച്ചോണ്ട് വാ, എന്താ ഇല്ലെന്ന് പറയുന്നത്. അപ്പോൾ പ്രവാചകന്മാർക്കൊന്നും സ്ഥാനമില്ല. സഭയ്ക്കകത്ത് സാത്താൻ കൊണ്ടുവന്ന അടുത്ത പദ്ധതിയാണ് പ്രവാചകന്മാരെ കാണുന്നില്ല. അടുത്തത് അപ്പോസ്തോലിക ശുശ്രൂഷ കാണുന്നില്ല. എവിടെ അപ്പോസ്തോലിക ശുശ്രൂഷ എന്തേ? ഹല്ലേലൂയ. അവര് പറയുന്നത് 1-ാം നൂറ്റാണ്ട് കൊണ്ട് തീർന്ന അപ്പോസ്തലന്മാർ 12 പേരും കൂടെ കഴിഞ്ഞപ്പോൾ ഒരുത്തരും സൂയിസൈഡ് ചെയ്തു. അപ്പൊ ബാക്കി 11 പേരും കൂടെ ചീട്ടെല്ലാം കൊണ്ട് ഒരുത്തനെ തെരഞ്ഞെടുത്തു. പിന്നെ പൗലോസ് വന്നു. പൗലോസിനെ ആ നാട്ടിലുള്ള ആരും അംഗീകരിച്ചില്ല, അപ്പോസ്തലനായിട്ട് അംഗീകരിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് ആർക്ക് വേണ്ടി ഈ വെള്ളം കോരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ആർക്ക് വേണ്ടി ഇവനക്ക് ഈ വെള്ളം കോരുന്നത്? ആർക്ക് വേണ്ടിയാണ് ഇവൻ ഈ സദ്യ ഉണ്ടാക്കുന്നത്? എന്തിനു വേണ്ടിയാ? എവിടെ അപ്പോസ്തലന്മാർ? എവിടെ ഒറിജിനൽ പ്രവാചകന്മാർ? എന്തിയേ? മനസ്സിലാക്കണം. ഇതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അവനവന്റെ സ്റ്റേജ് പിടിക്കാനും അവനവന് ഫോളോവേഴ്സ് ഉണ്ടാക്കാനൊക്കെ നിൽക്കുന്നവൻ ഓർത്തോളം നിന്നെ വലിച്ചുകീറി ഇടുന്നത് ഈ ഫോളോവേഴ്സിന് മുമ്പിലായിരിക്കും ദൈവം. ഹല്ലേലൂയ. കർത്താവ് വലിച്ചുകീറി ഇടുന്ന ഒരു ദിവസമുണ്ട്. ഈ ഫോളോവേഴ്സിന്റെ പുറകെ തന്നെ വലിച്ചുകീറി ഇടും. അപ്പോഴോ ആമേൻ, ആമേൻ. ഈ വചനം എന്താ വായിക്കുന്നത്? വായിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഇന്ന് വളരെ ദുഷിപ്പിച്ച് വേറെ വിധത്തിൽ അതിനെ കാണിച്ച് പുതിയ തലമുറയിൽ കൂടെ ഉള്ളവർക്ക് അല്ലെങ്കിൽ ആർക്കും അഭിഷേകം പ്രാപിക്കണമെന്നുള്ള ഒരു താല്പര്യം. എങ്ങനെയെങ്കിലും എങ്ങോട്ട് പോകണം? ഉഗാണ്ടയ്ക്ക് പോകണമെന്ന്. എങ്ങോട്ടാ പോകണ്ടേ? കാനഡയ്ക്കും ഓസ്ട്രേലിയക്കും അതുപോലെ US-ലേക്കൊക്കെ സ്വർഗത്തിലെ ദൈവം വലിയവനാണ്. മക്കൾ ഇനി പോകണ്ടെന്ന് അവിടെയും തീരുമാനിക്കും. ഒന്നും ആയിട്ടില്ല, എല്ലാത്തിനും അടപടലം തിരിച്ച് നാട്ടിൽ കൊണ്ടുവരും. ഇവിടെ നാടും വീടും അടച്ചു വിട്ടിട്ട് അങ്ങ് വിദേശത്ത് നന്മ തിരിച്ചു നിന്നെ കർത്താവിടെ കൊണ്ടുവരൂടാ. നമ്മുടെ ദൈവത്തെ സേവിച്ചാലേ അവൻ നമ്മളെ അനുഗ്രഹിക്കൂ. വെളച്ചിൽ കാണിച്ചാലുണ്ടല്ലോ തിരിച്ച് ഹല്ലേലൂയ സ്വന്തം മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുന്ന തലമുറയെ നോക്കി റാഹേൽ കരഞ്ഞു എന്നാ പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? മക്കളെ ചൊല്ലി റാഹേൽ കരഞ്ഞു. എന്നാ പഴയ വഴിയിലേക്ക് ചെല്ലുകയാ. ഇതൊക്കെ മടക്കി ദൈവം കൊണ്ടുവരാനും കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന കണ്ടോ, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ കണ്ടോ, അവിടെ വായിക്കുന്ന താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പോൾ നമ്മെ ഈ വലിയ പദ്ധതിക്കായിട്ടാണ് കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം നമ്മളിൽ വെളിപ്പെടണം. നമ്മുടെ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ വ്യാപാര ശക്തി വെളിപ്പെടണം. ക്രിസ്തുവിനെ വെളിപ്പെടുത്തണം. അനേകരിൽ ഇത് വെളിപ്പെടുത്തി. ഇന്ന് പല സഭകളുടെ അകത്ത് ശക്തിയുണ്ട്. ആ ശക്തി അവരോട് പറയുന്നതെന്നാണെന്നറിയാമോ? ലോകത്തിൽ സുഖിച്ചോ, ദൈവ കാൽവരി തകർക്കപ്പെട്ട നിനക്ക് വേണ്ടി ദരിദ്രനായത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്നെ സമ്പന്നനാക്കാൻ. ഈ ലോകത്തിലെ സമ്പത്താന്ന് പറഞ്ഞ് അനേകരെ കുരുടന്മാരാക്കുന്ന വഴികാട്ടികളുണ്ട്. ആ ആത്മാവ് അവരെ എത്തിക്കാൻ പോകുന്നത് നിത്യം നരകത്തിലായിരിക്കും. എന്നാൽ സ്തോത്രം, കർത്താവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കള് സ്തോത്രം ആ നിറവിലേക്ക് മടങ്ങി വരണം. അനേക കുടുംബങ്ങൾ തകർന്നതിന് കാരണം എന്നാണെന്നറിയോ? ദൈവശക്തിയിലേക്ക് മടങ്ങി വന്നിട്ടില്ല. കർത്താവ് സ്റ്റാർട്ട് ചെയ്തത് അതിലേക്ക് സ്തോത്രം തിരികെ വരുവാനായിട്ട് മനസ്സ് വെക്കാത്ത അനേകരുടെ ജീവിതം ഇന്നും വഴിമുട്ടി നിൽക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഗലാത്യ ലേഖനം വായിച്ചാൽ, ഗലാത്യ ലേഖനം 3:1 വായിച്ചേ. ഗലാത്യർ 3:1. വായിച്ചേ. ഗലാത്യ ലേഖനം 3:1. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവരായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കുക നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര്? സ്തോത്രം. ഇതൊന്നു മാത്രം ഞാൻ നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലും. ശ്രദ്ധിക്കണേ, ഇന്ന് അനേക പ്രസംഗങ്ങൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. വന്നിരിക്കുന്നവർ ആത്മാവിന്റെ ചലനം ഉണ്ടോ? അവരിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് സന്തോഷിക്കുന്നുണ്ടോ? അനേകർ സ്റ്റേജിൽ കയറുമ്പോ കേൾവിക്കാരന്റെ അകത്തിരിക്കുന്ന അഭിഷേകം ദുഃഖിക്കുകയാണെങ്കിൽ ഒരു നടത്തും വരത്തില്ല. കുറെ ഇസ്രായേൽ ചരിത്രമോ ലോക ചരിത്രമോ ഒന്നും പറഞ്ഞാലും പരിശുദ്ധാത്മാവ് സന്തോഷിക്കില്ല കേട്ടോ. ഉള്ള കാര്യം പറയാം. അല്ലെങ്കിൽ ഉള്ളതൊക്കെ പറഞ്ഞ് ആ രീതിയിൽ ഇന്ന് കൊണ്ടുപോയിക്കൊണ്ടായിരിക്കുന്നത്. ജനത്തിനും അതാ ഇഷ്ടം.
എന്റെ ജനത്തിന് അത് ഇഷ്ടമാകുന്നു. കാര്യം അഭിഷേകത്തിലേക്ക് വന്നു പറഞ്ഞ കരയേണ്ടി വരും, സ്വന്തം നെടുമ്പാട് വീഴേണ്ടി വരും, മനം തിരിയേണ്ടി വരും. ഇതൊന്നും വേണ്ടല്ലോ. നിന്റെ ശുശ്രൂഷ വലിച്ചു കീറിയിടുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. അനേകർ ദൈവം സ്വന്തം ഇത് നിലവാരത്തിൽ ദൈവശക്തിയിൽ നിന്ന് ആത്മാവിനെ കെടുത്തുന്ന അനേക ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുക. ആത്മാവിനെ ബലപ്പെടുത്തുവാൻ, അഭിഷേകത്തിൽ നിലനിർത്തുവാൻ. ഞാൻ ചോദിക്കട്ടെ, പ്രവാചകന്മാരെന്തിയെ? ഹല്ലേലൂയ. പ്രവാചകന്മാരെന്തിയെ? അതെ, 50 പേരായിട്ട് ഗുഹയിൽ ഇരിക്കുക, അവരാരും പുറത്തു വരുന്നില്ലല്ലോ. ഹല്ലേലൂയ. മനസ്സിലാക്കണം, ബാലിന്റെ പ്രവാചകന്മാരും ആശേരയുടെ പ്രവാചകന്മാരൊക്കെയാണ് ഇന്ന് സ്റ്റേജ് കൈയാളിയിരിക്കുന്നത്. ദൈവം അറിയുന്നുണ്ട്, ഇതെല്ലാം അറിയുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്നത്, കർത്താവിന് തന്നെ മാറ്റിയാ പോരെ? എടാ, കർത്താവ് മാറ്റുന്നത് എങ്ങനെയാണെന്നറിയാവോ? എല്ലാത്തിനും ഒരുമിച്ച് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നത്. ശ്രദ്ധിച്ചോ, ദൈവബദ്ധത ഇല്ലാത്തതിനേക്കാൾ ഒരുമിച്ച് കൊണ്ടുവന്ന് ചിലതിനെ എന്നേക്കുമായിട്ട് ദൈവം അവസാനിപ്പിച്ചിട്ടുണ്ടായി. ഹല്ലേലൂയ. വായിച്ച ഭാഗം എന്താ ശക്തമായിട്ട് ആ ഭാഗം ഇടപെടുന്നു. ആ ആ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ചെയ്ത് മയക്കിയതാര്? ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് കേൾക്കുവാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട്. ഈ വാക്യമായി നമ്മളെ പെന്തക്കോസുകളെടുത്ത് പറയേണ്ടത്, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് ഇന്ന് ജഡത്തിലാണ്. ഇന്ന് ജഡത്തിലാണ് സഭകളും മിക്ക സഭകളും ഇരിക്കുന്ന പാസ്റ്റർമാരും വിശ്വാസികളെല്ലാം എന്താന്ന് പറയാ, ജഡത്തിൽ ഇരിക്കുകയാണ്. ആത്മാവിൽ ചലിച്ചുകൊണ്ടിരുന്നതൊക്കെ ഇന്ന് ചെന്ന് ജഡത്തിലായി തീർന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ വാക്യം വായിക്കുന്നത്? നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭമല്ല അഭിഷേകത്തിലാണ്. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ആരംഭം അഭിഷേകത്തിലാണോ? എന്റെ ആരംഭം അഭിഷേകത്തിലാണ്. ഹല്ലേലൂയ. നീ ആരംഭിച്ചത് അഭിഷേകത്തിലാണെങ്കിൽ അവസാനിപ്പിക്കേണ്ടതും അഭിഷേകത്തിൽ തന്നെ ആയിരിക്കണം. എന്നാൽ ഇന്ന് ആരംഭിക്കുന്നത് അഭിഷേകത്തിലോ അവസാനിപ്പിക്കുന്നത് ജഡത്തിലുമാണ്. ഇന്ന് സഭകൾ വീഴുന്നതിനൊരു കാരണം എന്താ? ആത്മാവിന്റെ ആലോചന കേൾക്കാതെ ആത്മാവിന്റെ ശുശ്രൂഷയെ കളയുന്ന ഗലാത്യരുടെ അവസ്ഥയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ ബുദ്ധികെട്ട, ശ്രദ്ധിക്കണേ, ആത്മാവിനെ നഷ്ടമാക്കുകയും ആത്മാവിനോട് വിരുദ്ധമായി നിൽക്കുകയും ആത്മാവിന്റെ ശുശ്രൂഷ വേണ്ടെന്ന് പറയുകയും ചെയ്യുന്നവരാണോ നീ? മനസ്സിലാക്കണം, നീ ജനത്തെ കൊണ്ടുചെല്ലുന്ന എങ്ങോട്ടാണെന്നറിയാമോ? ഹല്ലേലൂയ. ജനത്തെ കൊണ്ടുവരുന്ന നാശത്തിലേക്കാ. ആത്മാവിൽ നടത്തപ്പെടുവാൻ ജനത്തെ അയച്ച് അവർ ആത്മാവിൽ നിറഞ്ഞ് ദൈവപ്രവൃത്തി കാണണം, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നതിന് പകരം അവരെ നേരെ കൊണ്ടുവന്നത് ജഡത്തിൽ ബുദ്ധിയിൽ അവരെ കൊണ്ട് കെട്ടുകയാണ്. എല്ലാം ലോകപരമായ കാര്യങ്ങൾ പറഞ്ഞ് സ്വന്തം നിന്റെ സൈക്കോളജിയും ഉള്ള കാര്യങ്ങളെല്ലാം വെച്ചാണ് ഓരോരുത്തർ ചില മറുപടികൾ പറയുന്നത്. ആത്മാവിന്റെ മുമ്പിൽ ഒരു സൈക്കോളജി നിൽക്കില്ല. ഒരു സാധ്യത ഇല്ലാതിരുന്നിടത്ത് ദൈവം പ്രവർത്തിച്ചതാണ് സുവിശേഷത്തിൽ കണ്ടതെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി അത് പകർന്ന് 1-ാം നൂറ്റാണ്ടിൽ ദൈവമഹത്വം കാണുകയാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലും കണ്ടത്. അങ്ങനെയെങ്കിൽ നിന്റെ തിയറിക്ക് ഒതുങ്ങാത്തതാണ് ദൈവശക്തി, നിന്റെ ആലോചനയ്ക്ക് ഒതുങ്ങാത്തതാണ് ദൈവപ്രവൃത്തി. അതിന് വിട്ടുകൊടുത്ത ദൈവത്തിന് വേണ്ടി കാത്തിരുന്നാൽ മാത്രമേ അത് കഴിയത്തുള്ളൂ. ആമേൻ. ഇന്ന് അനേകർ ദുഃഖിക്കുന്നതെന്നറിയാവോ? അഭിഷേകത്തിന്റെ നിറവിൽ ശുശ്രൂഷകൾ നയിക്കപ്പെടുന്നില്ല. ഇന്ന് ശുശ്രൂഷകൾ അങ്ങനെയല്ല നയിക്കപ്പെടുന്നത്. എന്നാൽ ഇന്ന് സ്റ്റേജുകളിലെ കയ്യേറിയിരിക്കുന്ന ഒരു കൂട്ടര് മറ്റൊരു സുവിശേഷത്തിൽ ഇരിക്കുന്ന വ്യാജാത്മാവിനും വ്യാജ അഭിഷേകത്തിന് കീഴിൽ ഒരു കൂട്ടര്. എന്നാൽ പെന്തക്കോസിന്റെ അകത്ത് നടക്കുന്നത്, ആത്മാവിൽ നടത്തുവാൻ നിയോഗം കിട്ടിയിരിക്കുന്നവര് ക്രമേണ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്നതിന് പകരം, ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതിന് പകരം മറ്റു ചിലതിലേക്ക് തിരിച്ചുകൊണ്ട് അടവെടുക്കുകയാണ്. എന്റെ കർത്താവ് വർഷങ്ങളായിട്ട് ഇത് കണ്ടോണ്ടായിരിക്കുന്നത്, കാലങ്ങളായിട്ട് കണ്ടോണ്ടായിരിക്കുന്നത്. കേരളക്കരയ്ക്കൊരു മാറ്റം സ്വർഗം ഇന്ന് പകൽ വേളയില് സ്വർഗീയ കോടതി തീരുമാനിച്ചാൽ ഒരു മനുഷ്യനും അതിനെ എതിർത്ത് നിൽക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് ജനത്തിന് ആവശ്യമായിരിക്കുന്നത് ദൈവശക്തിയാണ്. സ്തോത്രം. പീഡനങ്ങൾ വർദ്ധിക്കുമ്പോൾ നിനക്ക് വേണ്ടത് ശക്തിയാണ്. പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ ജനത്തിന് ആവശ്യം ശക്തിയാണ്. ഹല്ലേലൂയ. കർത്താവ് കേരളത്തോട് ചോദിക്കുമാറാകട്ടെ,
ഈ കേരളത്തിൽ നിന്ന് ദൈവത്തിന്റെ കാര്യം ചലിക്കുമാറാകട്ടെ. ബുദ്ധിയിൽ, ആത്മാവിൽ തുടങ്ങിയത് ബുദ്ധിയിൽ അവസാനിപ്പിക്കുകയാണ്. ബുദ്ധിയില്ലാത്ത ഗലാത്യർ അവിടെ ചോദിക്കും, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയങ്ങിപ്പോയി. ആരാണ്ട് ഏതാണ്ട് ചെയ്യുന്നല്ലെന്ന്, ഇത് ഇവര് തന്നെ ആ ജഡത്തിലേക്ക് തിരിഞ്ഞതാണ് പ്രശ്നം. എന്നാൽ ആഭിചാരം ചെയ്യപ്പെട്ടതുപോലെയുള്ള മയക്കം ഇവർക്ക് കാണുന്നത്. മനസ്സിലായോ? മനസ്സിലാകുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാറവണ്ണം നിന്റെ കണ്ണുകൾക്കും മറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആഭിചാരം ചെയ്യപ്പെട്ടതുപോലെയാണ്. ഇന്ന് അനേകർ ആഭിചാരത്തിന്റെ ശക്തിയിലാണ് നിൽക്കുന്നത്, ഏതാണ്ട് ചെയ്തിട്ടല്ല. കാരണം ആത്മാവിനെ വിട്ടപ്പോഴേ ഈ ഇരുട്ടിലാ കിടക്കുന്നത്, അഭിഷേകത്തെ വിട്ടപ്പോഴേ ഇരുട്ടിലാ കിടക്കുന്നത്. അഭിഷേകത്തിന്റെ നിറവിലേക്ക് കേരളം മടങ്ങി വരട്ടെ. ശുശ്രൂഷകരെല്ലാം ആത്മാവിൽ നടത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലന്മാരെന്തിയെ, പ്രവാചകന്മാരെന്തിയെ, അവരെന്തിയെ? ദൈവത്തിന്റെ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എന്തിയെ? ഈ കാലഘട്ടത്തിൽ സഭയെ നയിക്കേണ്ടവരുടെ കർത്താവ് ചിലതിനെ അവസാനിപ്പിക്കുവാനുള്ള നാൾ അടുത്തിരിക്കുകയാണ്. ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. മനസ്സിലാകുന്നുണ്ടോ? ഏത് വഞ്ചനയുടെ ആത്മാവിലും ജനത്തെ വഞ്ചിക്കുന്നവനെ അതിന്റെ നടുവിൽ നിന്ന് നീക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. വായിച്ചാട്ടെ. അവിടെ വായിക്കുന്ന എന്താ? സ്തോത്രം. നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്, ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ അത്രേ എന്ന് വരികിൽ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസന്നത്താലോ അങ്ങനെ ചെയ്യുന്നു. ശ്രദ്ധിക്കണം, ഗലാത്യ സഭയ്ക്കകത്ത് ന്യായപ്രമാണത്തെ കുറിച്ചുള്ള ഡിസ്കഷൻ ഭയങ്കരമാണ്. ആത്മാവിൽ നടത്തപ്പെടേണ്ട ജനം ആളുകൾ അറിവിന്റെ പുറകെ അങ്ങനെ ഇങ്ങനെയുള്ള വാദങ്ങളും പ്രതിവാദങ്ങളിലേക്ക് തിരികെയാണ്, ആത്മാവിലേക്ക് ചെല്ലുന്നില്ല. ശ്രദ്ധിക്കണേ, ജനത്തെ വഴിതെറ്റിക്കുന്നവരാരായിരുന്നാലും, അവൻ എത്ര ഉന്നതനായിരുന്നാലും ശിക്ഷിക്കപ്പെടുക തന്നെ. ഒരു മാറ്റമില്ല. ദൈവശക്തിയോട്, പരിശുദ്ധാത്മാവിനോട് ദൂഷണം കാണിച്ചതൊന്നും നേരെയായിട്ടില്ലെന്ന് ഓർത്തോണം. ആമേൻ. അവിടെ വായിക്കുന്നത് ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ എന്ന് വരികിൽ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ശ്രദ്ധിക്കണം, വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ. അപ്പൊ വീര്യപ്രവർത്തി ആത്മാവിലേ നടക്കത്തുള്ളൂ. ഇന്ന് ഈ കൺവെൻഷൻ സ്റ്റേജിൽ ഇരിക്കുന്ന ഒറ്റ വ്യക്തികളില്ല ഒരു വീര്യപ്രവർത്തി നടക്കാത്തതിന് കാരണം ആത്മാവിലല്ലാത്തോണ്ടാ. ദൈവാത്മാവിന്റെ വ്യാപാര ശക്തിയിലാണെങ്കിൽ വീര്യപ്രവർത്തികൾ നടക്കും. ഇന്ന് പ്രസംഗിക്കുന്ന എന്നാന്നറിയോ? അതായത് ഏറ്റവും കൂടുതൽ കോമഡി, ഇന്നത്തെ ജനത്തിന് വീര്യപ്രവർത്തികളല്ല ആവശ്യം. പിന്നെ എന്നെ ആവശ്യമില്ല, ഇവന്റെ അവിടുന്ന് അവൻ പുസ്തകത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വന്ന് ഒരു എസ്സേ ആണ് ഇപ്പോൾ കൊടുക്കാതിരിക്കുന്നത്. അനേകർക്ക് കൊടുത്തോണ്ടിരിക്കുന്ന ഇതാ, ഏതെങ്കിലും ഒരു സബ്ജക്ട് പഠിച്ചിട്ട് അതുകൊണ്ട് പകർന്നുകൊണ്ടിരിക്കുക. എന്റെ പൊന്നു കുഞ്ഞെ, ഇതുകൊണ്ടൊന്നും വീര്യപ്രവർത്തി നടക്കത്തില്ല. ജനം പ്രശ്നത്തിൽ കിടക്കുകയാണ്. അനേകർ കഷ്ടത്തിൽ കിടക്കണം. അവർക്ക് വിടുതൽ പരിശുദ്ധാത്മാവിലെ വിടുതലുള്ളൂ, ദൈവാത്മാവിലെ വിടുതലുള്ളൂ. അനേകിടങ്ങൾ നോക്കുമ്പോൾ ആത്മാവില്ലാത്ത പലതും കയറി ശുശ്രൂഷിക്കുമ്പോ ജനവിരുന്ന് അവിടെ ഇരുന്ന് കഷ്ടപ്പെടുകയാ. എവിടെയെങ്കിലും പരിശുദ്ധാത്മാവേ, നിന്നാലല്ലോ ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടത്. എന്നാൽ ഇന്ന് സ്റ്റേജിൽ ഇരിക്കുന്നവരാരും നിന്നെ അറിയുന്നില്ലെന്ന് അനേകര് കാണാതെയും കേൾക്കാതെയും പുറകിലിരുന്ന് കണ്ടോണ്ടായിരിക്കുന്നത്. സ്റ്റേജിലിരിക്കുന്ന ശുശ്രൂഷിക്കുന്നവനേക്കാളും ദൈവകൃപയുള്ള വിശ്വാസിയാണ് ഇരിപ്പുണ്ട്, കാണുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ആളല്ല, ഇവന് ഇല്ലാത്ത വെളിപ്പാടുള്ളവർ അവിടെ ഇരിപ്പുണ്ട്. മനസ്സിലാകുന്നു. ഇവൻ ചിന്തിക്കുന്ന ഇവന്റെ ഈ പരിപാടി ആർക്കും മനസ്സിലാകുന്നില്ലെന്ന്. ദൈവം കണ്ടോണ്ടായിരിക്കുന്ന, ഇവരും കണ്ടോണ്ടായിരിക്കുന്ന. അക്കരെ നാട്ടിൽ ചെല്ലുമ്പോ ഉണ്ടല്ലോ, ഇവിടെ മുഴുത്ത ബാനറെ പേരുള്ളവനൊക്കെ ഉണ്ടല്ലോ, ഏറ്റവും പുറകിൽ അവരവരുടെ നിരയിലാണല്ലോ. ഞാൻ പറയുന്ന ആ നിരക്കകത്ത് ഈ അടവ് കാണി ആത്മാവില്ലെന്ന് പ്രസംഗിച്ചവരും ഇത് മാത്രം കൊണ്ട് കുറെ തിയറി ആയിട്ട് കൊണ്ടുപോയാൽ മതി, സൈക്കോളജി കൊണ്ട് ജനത്തെ കൊണ്ട്, ഇങ്ങനെ ഇവന്മാരെല്ലാം കൂടെ ഏറ്റവും പുറകിരിക്കും. അതിന്റെ തൊട്ടടിക്ക് മീഖായൽ ദൂതനും കിട്ടും. എന്നാന്നറിയ, ഇടയ്ക്ക് പെടലിക്കിട്ട് കൊടുക്കാൻ അടി. ഇടയ്ക്ക്, അത് എന്റെ ഭാഷയിലെ ഞാൻ പറഞ്ഞു. എന്നാന്ന് പറഞ്ഞാ, എന്നു ചോദിച്ചു കഴിഞ്ഞാൽ പുറകിലിരുന്ന് ഈ ആത്മാവിലൊന്നും ഇവരൊന്നും ചെയ്തിട്ടില്ല, എല്ലാം ഈ അടവ് മാത്രമേ കയ്യിലുള്ളൂ. വിളച്ചിലും അടവും എല്ലാവിധ മ്ലേച്ഛത. ജനമല്ലേ മുമ്പിൽ ഇരിക്കുന്നത്. ഇവർ ചിന്തിക്കുന്നേ ഇത് എന്റെ ജനമാണ്. അങ്ങനെയല്ല രീതി, ഇത് എന്റെ പുറകെ. എടാ, ഇത് നിന്റെ അല്ല, ഇതിനു വേണ്ടി രക്തം ഊറ്റിയവരുണ്ട്. ദൈവം പിടിക്കുന്നൊരു ദിവസമുണ്ട്.
ഹല്ലേലൂയ. നിന്റെ മക്കളെയും കർത്താവ് തൂക്കും. ഹല്ലേലൂയ. പണ്ട് ഒരു കുടുംബത്തിൽ ഒരുത്തനുണ്ടായിരുന്നു. ആരായിരുന്നു? ഏലി പുരോഹിതൻ, അല്ലേ? നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ച് സന്തോഷത്തോടെ നമുക്ക് ഇന്ന് കർട്ടൻ ഇടാം. ആമേൻ. നമുക്കൊന്ന് വായിച്ചേ, ആ ഭാഗം ഒന്ന് വായിച്ചേ. സ്തോത്രം. ശമൂവേൽ പ്രവചനം. ആമേൻ. സ്തോത്രം. ശമൂവേൽ പ്രവചനം 1 ശമൂവേൽ, അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ശമൂവേൽ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിച്ചേ. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ, വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പല്ലിയുമായി വന്നു കലത്തിലോ ഉരുളിയിലോ പുസ്തകത്തിലോ ചട്ടിയിലോ മുപ്പല്ലിയിൽ പിടിച്ചതൊക്കെയും പുരോഹിതൻ എടുത്തുകൊടുക്കും. ശീലോവിൽ വരുന്ന എല്ലാ ഇസ്രായേലിയരോടും അവർ അങ്ങനെ ചെയ്തു. മേധസ്സു ദഹിപ്പിക്കും മുമ്പേ പുരോഹിതന്റെ ബാല്യക്കാരൻ വന്ന് യാഗം കുറിക്കുന്നവനോട്, പുരോഹിതന് വറുക്കുവാൻ മാംസം തരിക, പച്ചമാംസമല്ലാതെ വേവിച്ചത് അവൻ വാങ്ങുകയില്ല എന്ന് പറയും. മേധസ്സ് ദഹിപ്പിച്ചു കഴിയട്ടെ, അതിന്റെ ശേഷം നീ ആഗ്രഹിക്കുന്നിടത്തോളം എടുത്തുകൊള്ളുക എന്ന് അവനോട് പറഞ്ഞാൽ അവൻ അവനോട്, അല്ല, ഇപ്പോൾ തന്നെ തരണം, അല്ലെങ്കിൽ ഞാൻ ബലാൽക്കാരേണ എടുക്കും എന്ന് പറയും. ഇങ്ങനെയായി യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലിയതായിരുന്നു. ശമൂവേൽ എന്ന ബാലനോ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോന്നു. അവന്റെ അമ്മ ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി തന്റെ ഭർത്താവിനോട് കൂടെ വർഷാന്തര യാഗം കഴിക്കുവാൻ വരുമ്പോൾ അവന് കൊണ്ടുവന്നു. എന്നാൽ ഏലി ഏൽക്കാനയെയും അവന്റെ ഭാര്യയെയും അനുഗ്രഹിച്ചു. ഈ സ്ത്രീ യഹോവയ്ക്ക് കഴിച്ച നിവേദ്യത്തിന് പകരം യഹോവ അവളിൽ നിന്ന് നിനക്ക് സന്തതിയെ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവർ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. സ്തോത്രം. നമുക്ക് അതിന്റെ എത്രാം വാക്യം വായിച്ചിപ്പം? 20-ാം വാക്യം. അതിന്റെ സ്തോത്രം 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 അതിന്റെ സ്തോത്രം 26 മുതൽ വായിച്ചേ. 27 മുതൽ വായിച്ചേ. അനന്തരം ഒരു ഏലിയുടെ അടുക്കൽ വന്ന് ശ്രദ്ധിക്കണേ, കർത്താവേ ഇടപെടുമ്പോൾ തന്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോഴേ ഇന്നത്തെ കാര്യമല്ല പറയുന്നത്, പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. മനസ്സിലായോ? കർത്താവ് ഇവരെ വിളിച്ചിറക്കിയ കാലത്തെ കാര്യമാണ് പറയുന്നത്. അത് കർത്താവ് ഇപ്പൊ ആർക്കും അറിയത്തില്ല. ഞങ്ങളിപ്പോ അതൊന്നും ചിന്തിക്കാറില്ല. അനേകരുടെ കാര്യം ചോദിച്ചാൽ പഴയ കാര്യങ്ങളൊന്നും ഞങ്ങള് ചിന്തിക്കാറില്ല. പക്ഷെ കർത്താവിനെ സംബന്ധിച്ച് അങ്ങനെ വെറുതെ വിടുന്ന ഒരു പരിപാടി ഇല്ല. വേറൊരു കാര്യം പറയാനാ വരുന്നത്. വായിച്ചോ വായിച്ചോ വായിച്ചോ. എന്റെ യാഗപീഠത്തിന്മേൽ കയറുവാനും ധൂപം കാട്ടുവാനും എന്റെ സന്നിധിയിൽ ഏഫോദ് ധരിക്കുവാനും ഞാൻ അവനെ ഇസ്രായേലിന്റെ സകല ഗോത്രത്തിൽ നിന്നും എനിക്കും പുരോഹിതനായി തിരഞ്ഞെടുത്തു. ഇസ്രായേൽ മക്കളുടെ സകല ദഹനയാഗങ്ങളെയും ഞാൻ നിന്റെ പിതൃഭവനത്തിന് തീർന്നോ? തിരുനിവാസത്തിൽ അർപ്പിക്കുവാൻ ഞാൻ കൽപ്പിച്ചിട്ടുള്ള എന്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എന്റെ ജനമായ ഇസ്രായേലിന്റെ എല്ലാ വഴിപാടുകളിലും
പ്രധാന പാപം കൊണ്ട് ഉം. നിങ്ങളെ തന്നെ കൊടുപ്പിക്കുവാൻ ആ. തക്കവണ്ണം ആ. നീ നിന്റെ പുത്രന്മാരെ ആ. എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നതല്ല. ശ്രദ്ധിച്ചേ, ഇത് അനേക ദൈവദാസന്മാർക്ക് ഇന്നൊരു വലിയൊരു പാഠമായൊരു വാക്യമായത്. അവിടെ വായിക്കാം, നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുന്നു. അതിന് കാരണം ദൈവത്തിന് കിട്ടിയതൊക്കെ മക്കൾക്ക് വേണ്ടി വഴി തിരിച്ചു വിടുന്ന ആ ബുദ്ധി ഉണ്ടല്ലോ, അതങ്ങനെ വെറുതെ വിടുന്നൊരു ദൈവം അല്ല ഈ ദൈവം. ആമേൻ. അവിടെ വായിച്ച കാര്യം ശ്രദ്ധിച്ചു. അവിടെ വായിക്കുന്നത് എന്താണ്? നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്ത്? അടുത്തത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു. നിശ്ചയം. ഇപ്പോൾ യഹോവ അരുളി ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ആകുകയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവരെ, ആ വാക്ക് എന്നെ മാനിക്കുന്നവരെ മാനിക്കും. അടുത്ത വാക്ക് എന്നെ അപ്പോൾ കർത്താവിന്റെ ആത്മാവിന്റെ അഭിഷേകത്തെ പരിഗണിക്കാതെ സ്വന്തം അറിവ് മറ്റുള്ളവരറിഞ്ഞ് ഇവൻ ബൈബിൾ കോളേജിലോ സ്വന്തമായിട്ട് ആർജിച്ചെടുത്ത കഴിവുകള് വിളമ്പാൻ കർത്താവിന്റെ നാമത്തിൽ സ്റ്റേജ് ഉപയോഗിച്ച ദൈവം അവരെ നിന്ദിക്കുവോ മാനിക്കുവോ? അടുത്തത്, നിന്റെ ഭവനത്തിൽ ഒരു വൃദ്ധനും ഉണ്ടാകാതെ വണ്ണം ഞാൻ നിന്റെ ഭുജവും നിന്റെ പിതൃഭവനത്തിന്റെ ഭുജവും തകർത്ത് കളയുന്ന നാൾ ഇതാ വരുന്നു. ഇസ്രായേലിന് ലഭിക്കുവാനുള്ള എല്ലാ ഒരു പ്രതിയോഗിയെ കാണും. നിന്റെ ഭവനത്തിൽ ഒരു നാളും ഒരു വൃദ്ധൻ ഉണ്ടാകുകയില്ല. നിന്റെ കണ്ണുകൾ ക്ഷയിപ്പിക്കുവാനും നിന്റെ ഹൃദയം വ്യസനിപ്പിക്കുവാനും ഞാൻ നിന്റെ ഭവനത്തിൽ ഒരുത്തനെ എന്റെ യാഗപീഠത്തിൽ നിന്ന് ഛേദിച്ചു കളയാതെ വച്ചേക്കും. നിന്റെ ഭവനത്തിലെ സന്താനമൊക്കെയും പുരുഷപ്രായത്തിൽ മരിക്കും. നിന്റെ രണ്ട് പുത്രന്മാരായ ഹോഫ്നിക്കും ഫീനെഹാസിനും ഭവിക്കുവാനിരിക്കുന്നത് നിനക്ക് ഒരു അടയാളമാകും. അവർ ഇരുവരും ഒരു ദിവസത്തിൽ തന്നെ മരിക്കും. കണ്ടോ? അപ്പോ ശാപമായിട്ടത് തീരുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ശാപമായിട്ടത് തീരുക. മറ്റൊരു ഭാഗം ഉണ്ടായിരുന്നു, അത് ഞാൻ നോക്കുന്നത്. അത് സ്തോത്രം, അവിടെ സ്തോത്രം അവിടെ സ്തോത്രം. ആമേൻ. അതിന്റെ ഭാഗം തുടർന്ന് വായിച്ചേ. നിന്റെ ഹൃദയം വ്യസനിപ്പിക്കുവാനും ഞാൻ നിന്റെ ഭവനത്തിൽ ഒരുത്തനെ എന്റെ യാഗപീഠത്തിൽ നിന്ന് ഛേദിച്ചു കളയാതെ വച്ചേക്കും. നിന്റെ ഭവനത്തിലെ സന്താനമൊക്കെയും പുരുഷപ്രായത്തിൽ മരിക്കും. നിന്റെ രണ്ട് പുത്രന്മാരായ ഹോഫ്നിക്കും ഫീനെഹാസിനും ഭവിക്കുവാനിരിക്കുന്നത് നിനക്ക് ഒരു അടയാളമാകും. അവർ ഇരുവരും ഒരു ദിവസത്തിൽ തന്നെ മരിക്കും. എന്നാൽ എന്റെ പ്രസാദവും ഹിതവും അനുഷ്ഠിക്കുന്ന ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എനിക്ക് എഴുന്നേൽപ്പിക്കും. അവനോ ഞാൻ സ്ഥിരമായ ഒരു ഭവനം പണിയും. അവൻ എന്റെ അഭിഷിക്തന്റെ മുമ്പാകെ നിത്യം പരിചരിക്കും. നിന്റെ ഭവനത്തിൽ ശേഷിച്ചിരിക്കുന്നവനല്ല അവന്റെ അടുക്കൽ വന്ന് ഒരു വെള്ളിക്കാശിനും ഒരു അപ്പത്തിനുമായിട്ട് അവനെ മുമ്പിട്ട് ഒരു കഷ്ണം അപ്പം തിന്നുവാൻ ഇടവരേണ്ടതിന് എന്നെ ഒരു പുരോഹിതന്റെ പേരയ്ക്കാക്കണമേ എന്ന് അപേക്ഷിച്ചു. ശ്രദ്ധിച്ചേ, ഇതുകൊണ്ടൊരു ശാപമായിട്ടാണ് പിന്നീട് വരുന്നത്. എങ്ങനെ? ദൈവവേലയ്ക്ക് എന്നാ വന്നാലും കൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവൻ അവസാനം അത് നിമിത്തം എങ്ങനെയും അവനെ ദൈവവേലയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടൂലോ എന്ന അവസ്ഥയിലേക്ക് എത്തും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ദൈവനാമത്തെ ദുഷിച്ചിട്ട് പോകുന്നവന് കിട്ടുന്നത് എന്താന്ന് ശ്രദ്ധിച്ചോ?
കർത്താവിന്റെ നാമത്തെ അപമാനിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്, അതായത് ശൂന്യമായി പോകും. കർത്താവിന്റെ വേലയ്ക്ക് വിളിച്ചിട്ട് ഇറങ്ങാതിരുന്നാൽ ഇത് തന്നെ സംഭവിക്കും. മനസ്സിലാവുന്നുണ്ടോ? വേറെ രാജ്യത്തൊക്കെ പറയുന്നത് ഒന്നുമില്ലാതെ പിച്ചാന്തരിയായിട്ട് വട്ടപൂജ്യമായിട്ട് വരും. ഇതാണ് ആ വാക്യം. കർത്താവ് എതിരാണ്. കർത്താവ് ചിലരെ ദൃഷ്ടി വെച്ച് നോക്കുന്ന എന്താണ് ദൈവത്തിന് ഉപയോഗിക്കപ്പെട്ടില്ല, എന്നെ നിർമൂലമാക്കി കളയുന്ന ദൈവമാണിത്. ആമേൻ. ഇത് വായിക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത് ശ്രദ്ധിക്കണം. സ്തോത്രം. ഈ 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ അവിടെ ശമൂവേലിനെ ദൈവം വിളിക്കുന്നു, അല്ലെ? ശമൂവേലിനെ ദൈവം വിളിച്ച് പുറത്തു കൊണ്ടുവരികയാ. ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഒരിക്കൽ ആദ്യം പറഞ്ഞ പ്രവചനങ്ങളെല്ലാം ഒരു ദൈവദാസനിലൂടെ കേട്ടതാണെങ്കിൽ അതിന്റെ വ്യക്തതയുള്ള കാര്യങ്ങൾ പിന്നീട് ശമൂവേലിലൂടെ ദൈവം സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശമൂവേൽ എന്താ കേട്ടത് എന്ന ആലോചന അറിയാൻ വേണ്ടി ഏലി പുരോഹിതൻ ശക്തമായിട്ട്, അല്ലെങ്കിൽ ഈ ശമൂവേലിനോട് ചോദിക്കുന്ന രംഗം അവിടെ നമ്മൾ കാണുന്നു. സ്തോത്രം. അവിടെ വായിക്കുന്ന എന്താണ്? അതിന്റെ 3-ാം അധ്യായം സ്തോത്രം. അവിടെ വായിക്കുന്നത് അതിന്റെ 17-ാം വാക്യം വായിച്ചേ. അപ്പോൾ അവൻ, നിനക്കുണ്ടായ അരുളപ്പാട് എന്ത്? എന്നെ ഒന്നും മറക്കരുതേ. നിന്നോട് അരുളി ചെയ്ത സകലവും ഒരു വാക്കിൽ മറച്ചാൽ ദൈവം നിന്നോട് തക്കവണ്ണം അധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ സകലവും അവനെ അറിയിച്ചു, ഒന്നും മറച്ചില്ല. അപ്പോൾ അവൻ യഹോവയാലല്ലോ തന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോടുകൂടെ. ശ്രദ്ധിക്കണേ, ഒരു വീട്ടിലെ സ്തോത്രം, അവിടെ യഥാർത്ഥത്തിൽ ഈ പുരോഹിതനായിരുന്ന ഏലി അതായിരുന്നോ പറയേണ്ടിയിരുന്നേ? ഏലി പറഞ്ഞത് എന്താ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അത് ദൈവത്തിൽ അങ്ങനെ ആ ഹിതമെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന്. ഞാനിത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആമേൻ. ചില പ്രതികൂലമായ ദൂതുകൾ വരുന്ന സമയത്ത് അത് ദൈവത്തിന്റെ ഹിതമാണ്, അങ്ങനെ തന്നെ നടക്കണമെന്ന്. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ അവസാനം അത് തന്നെ നടക്കുകയും ചെയ്യും, പറഞ്ഞവനുണ്ടിരുന്ന് നിലവിളിക്കുകയും ചെയ്യുന്നത് കാണാനിടയാവും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ മനസ്സിലാക്കണം, കർത്താവ് ഒരു പദ്ധതിക്ക് വേണ്ടി വിളിച്ചെങ്കിൽ അത് അനുഗ്രഹമായി തീരും. അല്ല ദൈവസന്നിധിയിൽ നിന്ന് മാറാനാണ് പദ്ധതി എങ്കിൽ ദൈവത്തിന്റെ വഴി വിട്ട് അവിടെ പറയുന്ന കാര്യം, നീ എന്നേക്കാൾ നിന്റെ മക്കളെ സ്തോത്രം മാനിക്കുന്നു. അവിടെ വായിക്കുന്നത് എന്നെ മാനിക്കുന്നു. അവിടെ വായിക്കുന്നത് സ്തോത്രം, നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്ത്? ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. കർത്താവിന് കൊടുക്കേണ്ട മാന്യതയ്ക്ക് പകരം മക്കളെ പിടിച്ചു നിർത്തി അവർക്ക് ബഹുമാനവും പദവിയും ഒക്കെ കൊടുക്കുന്ന ശുശ്രൂഷകർ ഏലിമാരാണ് നീ എങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ന്യായവിധി നിന്റെ വീട്ടിൽ കയറി വരും എന്നുള്ളതിന് മറക്കണ്ട. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ കാര്യം അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ശാസിച്ച് അതിനെ അമർത്തണമായിരുന്നു, അല്ലെ? ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ, പാപപ്രവർത്തികളെ കണ്ടാൽ എന്ത് ചെയ്യണമായിരുന്നു? അതിനെ ശാസിച്ചമർത്തണം. അതിനെക്കുറിച്ച് അവിടെ വായിക്കുന്നത് ഇത് ഇങ്ങനെയാണ്. സ്തോത്രം. അവിടെ വായിക്കുന്നത് അതിന്റെ സ്തോത്രം അവന്റെ 10-ാം വാക്യം. അപ്പോൾ യഹോവ വന്ന് മുമ്പിലത്തെ പോലെ ശമൂവേലെ എന്ന് വിളിച്ചു. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്ത്, ഞാൻ നിന്റെ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവർ ചെവി മുഴങ്ങും. ഞാൻ ഏലിയുടെ ഭവനത്തെയും അരുളി ചെയ്തൊക്കെയും ഞാൻ അന്ന് അവന്റെ മേൽ അത്യന്തം നിവർത്തിക്കും. അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായിക കൊണ്ട് ഞാൻ അവന്റെ ഭവനത്തെയും എന്നേക്കും ശിക്ഷ വിധിക്കും എന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കണേ, ശുശ്രൂഷകരാണെങ്കിൽ മക്കൾ ഒരു തെറ്റ് ചെയ്ത ശാസിക്കാത്ത അപ്പനും അമ്മയൊക്കെ ഉണ്ട്. ചില പാസ്റ്റർമാര് മക്കളെ ഏത് തോന്നിവാസത്തിനും വിടും. മക്കളെ ഏതെങ്കിലും വഴി കൂടെ കയറി തോന്നിവാസം ജീവിച്ച് ദുർമാർഗികളായിട്ട് നടന്നാൽ ഈ അപ്പനും അമ്മയും മിണ്ടത്തില്ലാത്തവരുണ്ട്. അവരെ ശാസിക്കാൻ, അവരെ അമർത്തുവാനുള്ള ഉത്തരവാദിത്തമാണ് ദൈവം നൽകിയിരിക്കുന്നത്. ചിലരൊക്കെ പറയുന്നത്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ അവരെ ജനിപ്പിക്കരുതായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ വചനം പറയുന്നത് ഏലിയുടെ കുടുംബം നശിച്ചത് എന്തുകൊണ്ടാ? എനിക്കറിയാം, വലിയ നല്ല ഉപദേശം പറഞ്ഞുകൊണ്ടിരുന്ന, വലിയ ഉപദേശം പറയുന്ന പാസ്റ്റർമാരുടെ മക്കൾ ലവ് മാരേജിൽ പോയി പെട്ടിട്ട് പോകുന്നവരെ കണ്ടിട്ടുണ്ട്. ഇവര് മിണ്ടൂല. തട്ടിക്കൊണ്ട് വന്നതും ബന്ധം ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കും, അതിനൊക്കെ തെറ്റെന്നാന്നോ? എങ്ങനെയാ ബന്ധം ചെയ്യേണ്ടത്? എങ്ങനെയാണ് കാര്യങ്ങൾ പോകേണ്ടത്? അപ്പോൾ മനസ്സിലാക്കണം, നേരായ വഴിയിലല്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ ശുശ്രൂഷകരാണ് നീയെങ്കിൽ നിന്റെ മക്കളെ ശാസിച്ചമർത്തണം. എന്നാൽ ഈ പാസ്റ്റർമാരിൽ പലരും അങ്ങനെ ശാസിക്കുന്നത് കാണാത്തവർ ഞാൻ കണ്ടിട്ടുണ്ട്.
അവരോട് എതിർത്ത് നിൽക്കുന്നില്ല, വല്ലാതെ ഓമനിച്ച് വളർത്തും. ഹല്ലേലൂയ. അങ്ങനെ ഓമനിക്കുന്നതിനെയൊക്കെ കൊല്ലാൻ ദൈവം ഇറങ്ങി വരികയും ചെയ്യും. നീ ഓമനിച്ച് വളർത്തുന്നതിനെ കൊല്ലാൻ ദൈവം ഇറങ്ങി വരികയും ചെയ്യും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം തുയതയിരിക്ക സഭയ്ക്കകത്തും എഫെസോസിന്റെ അകത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇരുന്നവർക്കൊക്കെ മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തു. മാനസാന്തരപ്പെടുന്നില്ലെന്ന് കണ്ട അവളെയും അവളുടെ മക്കളെയും കൊന്നു കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ആമേൻ. കർത്താവിന്റെ കൽപ്പനകൾ മാറ്റമില്ലാത്തതാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നേരം കർത്താവിന്റെ സന്നിധിയിലേക്കൊന്ന് മടങ്ങി വരുവാൻ, ആത്മാവിനാൽ ചലിക്കുവാൻ, അഭിഷേകത്തിന്റെ നിറവിൽ ഭവനത്തിന്റെ അന്തർഭാഗങ്ങൾ നിയന്ത്രിക്കപ്പെടുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളെ സ്വർഗ്ഗം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനത്തെ വഹിച്ചുകൊണ്ട് ഈ നേരം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മമ്മി ശബ്ദം